أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ബയാനു ജുനൂദുൽ ഖൽബിയാണ് അടുത്ത ബാബ്. കൽബിൻ്റെ ജുനൂദുകൾ. ഏത് മാനാക്കുള്ള കൽബ്? കൽബിന് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാംസം കൊണ്ടുണ്ടാക്കപ്പെട്ടതും എല്ലാ മൃഗങ്ങൾ കൊണ്ട് നമുക്കെന്താക്കാം, മധുബോഹായ ഹൈവാനാത്ത നിങ്ങൾ പൊരിച്ചിട്ട് തുന്നലും ചെയ്യാം, നല്ല ഫ്രൈ ആക്കിയിട്ട്. ജിസ്മാനിയായ ലഹമ കൊണ്ടുണ്ടാക്കിയ കൽബ്, അത് നമ്മുടെ ചർച്ചാ വിഷയമേ അല്ല എന്ന് പറഞ്ഞു. അതേ മാനാക്കുള്ള മാനവീയ ഒരു കൽബുണ്ട്. അതാണ് ഇത് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ലത്തീഫത്തുർ റബ്ബാനിയ, റബ്ബിനെ കൊണ്ട് ചേർത്ത് പറയുന്നതും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമല്ലാത്തതുമായ ആ ലത്തീഫത്ത്. അതാണല്ലോ അതിന് രണ്ട് വസ്ഫ്. ഒന്നതിനെ നിസ്ബ അള്ളാഹിനെ കൊണ്ട് ചേർത്തിട്ടാ പറഞ്ഞു, മിർറൂഹിനാൻ. മറ്റൊന്നോ പഞ്ചേന്ദ്രിയങ്ങൾക്കും പ്രഥമമായ അക്കലിനും പിടുത്തം കിട്ടാത്ത രീതിയിൽ അത് അപ്രത്യക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അതിനെയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? അസ്രാഈൽ അലൈഹിസ്സലാം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മനുഷ്യൻ അന എന്നുകൊണ്ട് ഇബാറത്തിടുന്നതിൻ്റെ മഅബ്റന്നും ഉണ്ടാവുമല്ലോ, ഒരു അനക്ക്, ഒരു മുത്തക്കല്ലിമിന്നല്ലേ അത്. അതിന് കുറേ ജുനൂദുണ്ട്. ജുനൂദ് എന്ന് പറഞ്ഞാൽ ഓരോ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള ഖാദിമീങ്ങൾക്കാണ്. അതിൻ്റെ താരീഫ് വയ്യ പറയുന്നുണ്ട്. ജുന്തിൻ്റെ ജമ്മന്തായി ജുനൂദ്. അപ്പം എന്തെല്ലാം പല വിഭാഗമുണ്ട്. ഒന്ന് ഭക്ഷണങ്ങൾ മുതലായവ ഇങ്ങോട്ടേക്ക് ശേഖരിക്കാൻ, ജൽബിന് വേണ്ടി. മറ്റൊന്ന് പ്രതിരോധം ചെയ്യാൻ വേണ്ടിയിട്ട്, ദിഫാ. മറ്റൊന്ന് വാർത്തകൾ ശേഖരിച്ചിട്ട് എന്താക്കണം, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വാർത്തകൾ ശേഖരിച്ചിട്ട് ഇതിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ പല അൻപുണ്ട്. അത് ലാഹിൽ കാണുന്നതുകൊണ്ട്, കൈകാലുകളെപ്പോലെ. കൈകാലുകൾ, കണ്ണ്, ചെവി മുതലായ ജവാരി എന്തായിരിക്കും ലാഹിറ കാണാത്തതുകൊണ്ട്. അതാ ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുറേ ജുനൂദുകളുണ്ട്. ആ ജുനൂദാണെങ്കിൽ ധാരാളം കസറത്തുമുണ്ട്. അതിൻ്റെ എണ്ണം ആർക്കും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു വന്നത് അതല്ലേ. അപ്പം രണ്ടെണ്ണല്ലേ ആയത്തിൻ്റെ മദ്ലൂല്. അപ്പോൾ ഫലില്ലാഹി സുബ്ഹാനഹു വ തആല ഫിൽ ഖുലൂബി വൽ അർവാഹി വഗൈരിഹ. ഖുലൂബിലാവട്ടെ അർവാഹിലാവട്ടെ, അതിപ്പോൾ ഏകദേശം രണ്ടും ഒരേ അർത്ഥത്തിനാണ് ഉള്ളത്, ഉത്തരാധിപൈറ്റാണ് ഉള്ളത്. വഗൈരിഹ അതല്ലാത്തതിലും, മിന അവാലിമിനാലി ജുനൂദും മുജന്നദ, കൂട്ടം കൂട്ടമായ ജുനൂദുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ജുന്ദിൻ്റെ ജമ്മാണ് ജുനൂദ്. അത് തന്നെ എന്തായി, കൂട്ടത്തിനെ കൂട്ടമാക്കി, അല്ല കൂട്ടം മുജന്നദ. ലാ യഅരിഫു ഹഖീഖതഹ, അതിൻ്റെ ഹഖീഖത്തും അറിയൂല. വ തഫ്സീല അദദിഹാ ഇല്ലാ ഹു. വ നഹ്നുൽ ആന നുശീറു ഇലാ ബഅദ് ജുനൂദിൽ ഖൽബി. ഖൽബിൻ്റെ ജുനൂദ് എന്തൊക്കെയാണെന്നുള്ള ബഅദ്, അതോടൊപ്പം തന്നെ കുറച്ചു. അപ്പം രണ്ടുണ്ടവിടെ. ഒന്ന് മറ്റുള്ള ജുനൂദുകൾ ഒഴിവാക്കി, ഖൽബിൻ്റെ ജുനൂദ് അത് തന്നെ മുഴുവനും പറയൂല, ബഅദ്. ഫഹുവല്ലദീ യതഅല്ലഖു ബിഖർദിന, അതാണല്ലോ നമ്മുടെ ബാബുമായിട്ടുള്ള ബന്ധം. വലഹു ജുന്ദാനി, കൽബുകൾക്ക് രണ്ട് ജുന്തുണ്ട്. ജുന്ദുൻ യുറാ ബിൽ അബ്സാർ വ ജുന്ദുൻ ലാ യുറാ ഇല്ലാ ബിൽ ബസായിർ. ബസീറത്ത് കൊണ്ടല്ലാതെ, അതായത് അബ്സാറാമ ലാഹിറായ കണ്ണായി, മറ്റേതോ ബാത്തിനിയായ കണ്ണാണ് ബസായിർ, അതുകൊണ്ടല്ലാണ്ട് കിട്ടൂല. അപ്പം അവിടെ ഹസറാക്കിയം തന്നെ അബ്സാറ് കൊണ്ട് കാണുമെന്ന് വിചാരിക്കണ്ട, ബസീറത്തിനേ നടക്കുള്ളൂ. വഹുവ, ഈ കൽബ് നിൽക്കുന്നത് ഫീ ഹുക്കുമിൽ മലിക്കി, ഒരു രാജാവിൻ്റെ സ്ഥാനത്താണ്. വൽ ജുനൂദ ഫീ ഹുക്കുമിൽ ഖദമി വൽ അവാൻ, ഖാദിമീങ്ങൾ അവാനീങ്ങളെ ഹുക്കുമിലാണ് ഏതുള്ളത്, ജുനൂദ്. ഫഹാദ മാനൽ ജുന്ദ്, ഇതാണ് ജുന്ദിൻ്റെ മാന. അവാൻ ഖദമ്. അപ്പോൾ രണ്ടെണ്ണെന്ന് പറഞ്ഞില്ലേ. ഫമ്മ ജുന്ദുഹുൽ മുശാഹദു ബിൽ ഐൻ, കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ലാഹിറായ ജുന്ദ്,
വഹുവൽ യദു വൽരിജ്ലു വൽഐനു വൽഉദുനു വല്ലിസാനു വസായിറുൽ അഅ്ളാഇൽ ളാഹിറത്തി വൽ ബാത്തിന. ബാത്തിനേത്? പറ്റ ബാത്തിനായിരിക്കൂല, ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്, അകത്തുണ്ടാവുമല്ലോ, പാങ്ക്രിയാസ്, ശ്വാസകോശം, കുടല്, അതുപോലെ ദഹനേന്ദ്രിയങ്ങൾ. ഇതാണ് ബാത്തിന്. അല്ലാണ്ട് മുത്തലക്കായ ബാത്തിനായ പിന്നെ അത് ലാഹിലുണ്ടെന്നതിന് അർത്ഥം ഉണ്ടാവില്ലല്ലോ. പിന്നെ കൽബിന്റെ ഖാദിമാണ്, കൽബിന് തസ്ഗീറാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഫഹുവൽ മുതസർരിഫു ഫീഹാ, ഈ അഅ്ളാക്കളെല്ലാം തസറുഫ് നടത്തുന്നത് കൽബാണ്. വൽ മുർദിദു ലഹ, അതിനെ ചലിപ്പിക്കുന്നത്. നമ്മളെ JCB ആണെന്നില്ലെന്ന്, JCB ഇവിടുന്ന് മാതുന്നുണ്ട്, ഇവിടുന്ന് കോരുന്നുണ്ട്, തിരിഞ്ഞു വന്നിട്ട് കോരി ഇപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. ആ ഡ്രൈവറെ കാണാത്താകെ സംബന്ധി JCB ചെയ്യുന്നതിൽ വിചാരിക്കലുണ്ടായില്ലേ. പക്ഷെ അതിനുള്ളിൽ നിന്ന് ഒന്നിങ്ങനെ പയറ്റുന്നൂടെ എടുത്തേ. അത് ചിലപ്പോൾ ഫ്ലാറ്റിൻ്റെ മുകളിലെല്ലാം ഡ്രൈവറെ കാണാൻ കഴിയൂല, ഇതിന് അടുത്തായതുകൊണ്ടാണ് കാണുന്നത്. വഖദ് ഖുലിഖത്ത്, ആ ആയതാക്കളെ പടക്കപ്പെട്ട എന്താണ്? മജ്ബൂലത്തൻ അലാ ത്വാഅത്തിൽ ഖൽബി, കൽബിൻ്റെ എന്തൊക്കെ അത് വഴിപ്പെട്ടോളണം എന്ന അതിന് മജ്ബൂലാണ്. അതിന് മുഖാലഫത്ത് വരുത്താൻ കഴിയൂല. ലഹു ഖിലാഫ, അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയൂല. വല അലൈഹി തമറുദ, കൽബിനെതിരെ ഒരു മോട്ട് കാട്ടൽ നമ്മൾ എടുക്കൂല എന്നിട്ട് സമരം ചെയ്യാൻ വേണ്ടി കഴിയൂല. കൽബ് കൽപ്പിച്ച ചെയ്തോളണം. അപ്പം അതിൻ്റെ തഫ്സീലാണേത്? ഫൈദ അമറൽ അയിന ബിൽ ഇംഫിത്ത, കണ്ണിനോട് തുറക്കടാന്ന് പറഞ്ഞു. ഇംഫത്തായിട്ട് തുറക്കുക തന്നെ, തുറക്കാതിരിക്കാൻ കഴിയൂല. വൈദ അമറ റിജ്ല ബിൽ ഹറക്കത്തി, കാലിനോട് ചലിക്കണം എന്ന് പറഞ്ഞാൽ തഹറക്കത്ത്. വൈദ അമറൽ ലിസാന ബിൽ കലാമി, കലാമിന് കൽപ്പിച്ചു. വജസമൽ ഹുക്മ ബിഹി, അതുകൊണ്ട് ജുസ്മുൻ ചെയ്ത തകല്ലമ, സംസാരിച്ചോളും. വഹകദ സായിറുൽ അഅ്ള, മറ്റുള്ള അംഗങ്ങളെല്ലാം അങ്ങനെ തന്നെ. വതസഖറുൽ അഅ്ളാഇ വൽ ഹവാസി ലിൽ ഖൽബി, തസ്ഖീറ, നമ്മുടെ തസഖുറെന്ന് ഈ പ്രിൻ്റിലുള്ളത്. അതിനെന്താക്കണം? മഫ്ഊലിനൊക്കെയുള്ള എടുക്കപ്പെട്ട മസ്തറാക്കിയാൽ മതിയല്ലേ അല്ലേ? അഅ്ളാക്കൾ തസ്ഖീർ ചെയ്യപ്പെടൽ എന്നുള്ളതിൽ കൽബി മഫ്ഊലിനെ മസ്തറാക്കിയാൽ മതിയല്ല. നർബു സൈദ് എന്നാണ്, സൈദ് അടിക്കൽ എന്ന് പറയുമ്പോൾ ഫായിലായില്ലേ? സൈദിന് അടി കിട്ടൽ എന്ന് പറഞ്ഞാൽ മഫ്ഊലിന്റെ സ്ഥാനത്തല്ലേ? ഇവിടെ തസ്ഖുർ എന്നാണ് ഈ പ്രിന്റ് കാണുന്നത്. ഇവർ നല്ലോണം ശരിയാക്കിയെന്നുണ്ട്, ദേവിയുണ്ട്, അതിൽ തെറ്റില്ല എന്നുള്ള ദേവിയില്ല. അഥവാ ആലാക്കളും ഹവാസും കൽബിനെ വെളിപ്പെടുന്നുണ്ടല്ലോ. ഇത് യുഷ്ബിഹു മിൻ വജ്ഹിൻ, ഒരു നിലക്ക് പറഞ്ഞ സാദൃശ്യമുണ്ട്. അത് ജമീഅൽ വുജൂഹിലല്ല. എന്തിനോട്? തസഖുറൽ മലായികത്തി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് മലായികത്ത് വെളിപ്പെടുന്നുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും. പക്ഷെ എല്ലാ വജ്ഹിലും പറഞ്ഞുവിടാം. കാരണം അല്ലാഹു തആലാക്ക് അദീമാണ്, മലായികത്ത് ഹാദീസാണ്. ഇത് രണ്ടും ഹാദീസാണ്. അതാണ് മിൻ വജ്ഹിൻ എന്ന് പറഞ്ഞത്. അതാ ഫഇന്നഹും മജ്ബൂലൂന അലാ ത്വാഅതി, ത്വാഅത്തിൻ്റെ മേൽ അങ്ങനെ തന്നെ പടക്കപ്പെട്ടവരാണ്. ലാ യസ്തസീഉന ലഹു ഖിലാഫ ബൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അപ്പം മിൻ വജ്ഹി എന്ന് പറയുമ്പോൾ മറ്റൊരു നിലക്ക് വ്യത്യാസം ഉണ്ടെന്നില്ല രണ്ട്. അതാ വൈന്നമാ യഫ്തരിക്കാനി ഫീ ശൈഇ, ഇത് മലായികത്ത് അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്ന അതും ജവാരിഹ് കൽബിന് വഴിപ്പെടുന്ന തമ്മിൽ അതാ കാനി ഫീ ശൈഇൻ, ഒരു കാര്യത്തിൽ വ്യത്യാസം വരും. എന്തുകൊണ്ട്? വഹുവ അന്നൽ മലായികത്ത് അലൈഹിമുസ്സലാത്തു വസ്സലാം ആലിമത്തും ബി ത്വാഅതിഹാ വംതിസാലിഹാ, ഈ താഴത്ത് കൊണ്ട് അവർക്ക് അറിവുണ്ട്, അത് വെളിപ്പെടുന്നുണ്ട് എന്നുള്ള അറിവുമുണ്ട്. പക്ഷെ കൈബറും ജമാഅത്തിൻ്റെ ഹുക്കുമില്ലാന്ന്, അതിനെന്തില്ല, അക്കലിയായി ഇതറാക്ക് അതിനില്ലല്ലോ, ഷോറുണ്ടാവുന്നല്ലാണ്ട്. വല്ലജ്ഫാനു തുതീഉൽ കൽബ, കൺപോളകൾ കൽബിന് വെളിപ്പെടുന്നുണ്ടല്ലോ. ഫിൽ ഇൻഫിതാഹിലോ ഇൻതിബാക്കിലോ അടക്കൽ അലാ സബീൽ തസ്ഖീർ, അതായത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആക്കപ്പെട്ട രീതിയിൽ കണ്ണിനറിഞ്ഞൂടെ ഞാൻ വെളിപ്പെടുന്നുണ്ട് എന്ന്. വല ഖബറ ലഹ മിൻ നഫ്സിഹ വമിൻ ത്വാഅതിഹ ലിൽ ഖൽബി, കൽബിന് ഞാൻ വെളിപ്പെടുന്നുണ്ട് എന്ന വിഷയത്തിലും അതിന് നഫ്സിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഒരു വ്യത്യാസം വന്നില്ലേ? ഇനിയൊരു ചോദ്യം, ഈ കൽബിന് ഇത്രയും ജുനൂദിനെ കൊടുക്കാൻ എന്താണ് ആവശ്യം എന്നാണ് ചോദ്യം. വഇന്നമ ഇഫ്തഖറൽ ഖൽബു ഇലാ ഹാദിഹിൽ ജുനൂദി
ഇത്തരത്തിലുള്ള ജുനൂദുകൾക്ക് കൽബ് ആവശ്യമായതെന്തുകൊണ്ട് മിൻ ഹൈസു ഇസ്തിഖാറുഹു ഇലൽ മർകബി വസ്സാദി ലിസഫരിഹി. ഈ കൽബിന് ഒരു യാത്ര പോകാനുണ്ട്. ഇത് ദുഞ്ഞാവിൽ വന്നിട്ട് ഒരു യാത്ര പോകിയ നേരത്തേക്ക് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് എപ്പോഴും യാത്രയാണ്. അതിപ്പം ഇപ്പോഴത്തെ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊന്ന് ഹാദീസും കദീമിന് വ്യത്യാസം ഉണ്ടല്ലോ. മലായിക്കത്ത് താഴത്തിൽ മാത്രമേ ഉള്ളൂ, ഇത് അല്ലാഹു താഴത്തിലും. അങ്ങനെയും പറയാം. അല്ലാഹ് കൽബ് ചീത്തയാണെങ്കിൽ എന്താക്കും? മോശത്തിൽ പ്രവർത്തിക്കുമല്ലോ. അപ്പോൾ ഒരു മർക്കബ് വേണം ആർക്ക്? നമ്മളെ രാജാവിന്. ഒരു സാദും വേണം. യാത്ര ഭക്ഷണപ്പൊതിയുണ്ട് സഫറിന്. ഏത് സഫറിന്? അല്ലതീൽ അജലിഹി ഖുലിഖ. ഈ സഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത്? അതിനെ പടക്കപ്പെട്ടത്. നേരത്തേക്കുള്ള സഫർ വഹുവ സഫറു ഇലല്ലാഹി സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സഫറാണ്. വഖത്ഉൽ മനാസിൽ, അതുപോലെ ഓരോ മൻസിലുകൾ വിട്ടടക്കണം, ഓരോ സ്റ്റേഷനുകൾ. അതെന്തായിരിക്കും? തൗബൻ്റെ സ്റ്റേഷൻ ഉണ്ടാകും, ശുക്റിൻ്റെ ഉണ്ടാകും, സബറിൻ്റെ ഉണ്ടാകും, സുഹദിൻ്റെ ഉണ്ടാകും, ഇഖ്ലാസിൻ്റെ ഉണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നും ആദ്യം തൗബ വിട്ടു കിടക്കണം. തൗബ വിട്ടു കിടക്കാഞ്ഞാൽ കണ്ടുകൊണ്ട് പുറപ്പെട്ട വണ്ടി വളവട്ടണം പോലും എത്തിയിട്ടില്ല എന്ന് ഇപ്പം ഉണ്ടാവില്ലേ? ഇതല്ല മംഗലാപുരത്തുക. ഇപ്പം തിരക്കത്ത് വാങ്ങാൻ പോയിട്ട് എല്ലാം ഈ വല്ല ഇപ്പം തർബീയത്തിലെ കയ്യുന്നെല്ലാം പറഞ്ഞാൽ ആദ്യം ഞാൻ ചോദിക്കൽ എന്താണ്? നിങ്ങൾ ജീവിതകാലത്ത് ദോഷം ചെയ്തനോ മഹ്ഫൂദോ മഅസൂമോ ആണോ? മഅസൂമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അത് അമ്പിയാക്കളുടെ ഖുസൂസിയത്ത് അല്ലേ? മഹ്ഫൂദാണോ? അല്ല. അപ്പം ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കബായിറുണ്ടാകാം, സഹായിറുണ്ടാകാം. എന്നാൽ എത്രയോ അടുക്കട്ടെ 100 ഉണ്ടെങ്കിൽ 99 അവിടെ മാറ്റി വെച്ചിട്ട് ഒരൊറ്റ കബീരത്തെടുക്കുക. ആ ഒരു കബീരത്തിൻ്റെ വേണ്ടി നസൂഹായ തൗബ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? നമ്മളെപ്പറ്റി ആരെയും പറ്റി ഒന്നും പറയണ്ട. ഇപ്പം 15 കൊല്ലം മുതൽ ഇപ്പം ജീവിച്ചിട്ട് 50 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 65 വയസ്സായൊക്കെ 50 കൊല്ലം, അരനൂറ്റാണ്ട് ജീവിച്ച്. ഈ അരനൂറ്റാണ്ടിലിടയ്ക്ക് ചെയ്ത ഏതെങ്കിലും ഒരു കബീറത്ത് ഒരൊറ്റൊന്ന് ബാക്കിയെല്ലാം നടന്നിട്ട് ഈ കിതാബിൽ പറഞ്ഞ നസൂഹായ തൗബ എന്ന് പറയുന്ന തൗബ സംഭവിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ കബായിർ ദുനൂബ്, സഗായിർ ദുനൂബ്, ഫുളൂൽ മക്റൂഹാത്ത്, ഫുളൂലുൽ മുബാഹ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിനും തൊട്ട് ശുദ്ധിയാക്കണി. അപ്പോൾ ഒന്നാമത്തെ മർഹല തന്നെ വിട്ട് കിടന്നിട്ടില്ല എന്നായി. എന്നിട്ട് ഇവിടെ ദേവ കേട്ടാലോ ഓൾ അബ്ദുൽ ഖാദർ ജീലാനി ഞങ്ങൾക്ക് പകരം വന്നാളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ല ഇങ്ങനെ മറാഹിൽ ഉണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണോ? അങ്ങനെ തെറ്റാവില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ കണ്ണൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടാലോ മംഗലാപുരത്ത് നിന്ന് കണ്ണൂരേക്ക് ഒരു വണ്ടി പുറപ്പെട്ടാൽ മഞ്ചേശ്വരം കിട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അർത്ഥം എന്താണ്? അപ്പോൾ ഉപ്പളയിലും കുമ്പളയിലും അവല കൊണ്ടുവത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ സുഖല്ല സോഫിയാക്കളും സകല മശൈഖന്മാരും ഏത് തരീക്കത്തെ ശൈഖന്മാരും തൗബത്തുൻ നസൂഹാണ് ആദ്യത്തെ മറാത്തിബ്. അതൊക്കെയിലെന്താണ്? തുടങ്ങിയിട്ട് മദർസി കൂട്ടുന്നതിന് മുമ്പന്നെ കൂട്ടിയത് ഏതാന്ന്? അത് തൗബത്തു മുത്തലുബ് മത്താബൻ. ബിദാത്തുൽ ഇതായി തുടങ്ങി എങ്ങനെയാന്ന്? ഹയ്യയെ തുടങ്ങി എങ്ങനെയാ? അവാരിഫുൽ മാരിഫ് ഉണ്ടാകുന്ന ഹത്താബു മിഫ്താഹുൽ ലികുല്ലി ത്വാഅത്തിൻ വഅസാസു കുല്ലിൽ ഖൈരി അജ്മഅ അശ്മല. ആ ബൈത്ത് നടന്ന അവാരിഫ് നടത്താൻ വലിയ നീണ്ട ചാപ്റ്ററാണത്. അവാരിഫുൽ മാരിഫിൽ എത്രയോ പേജുകൾ നീട്ടി പറഞ്ഞ വലിയ ചാപ്റ്ററാണ്. ഒറ്റ വാക്കിൽ വന്ന് ഞാൻ എന്താണ്? ഹത്താബു മിഫ്താഹുൽ ലികുല്ലി ത്വാഅത്തിൻ വഅസാസു കുല്ലിൽ ഖൈരി അജ്മഅ അശ്മല. തൗബ എന്ന് പറഞ്ഞാൽ മാത്രം എന്താ 100 മക്കാം മാത്രയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇന്ന് ഗവൺമെന്റ് അല്ലേ. നമ്മക്ക് നമ്മളെ കൊണ്ട് ചിന്തിക്കാനുള്ള സമയം കിട്ടണ്ടേന്ന്. നമുക്ക് മറ്റൊരാളെ വിമർശിക്കാൻ എത്രയോ സമയമുണ്ട്, എത്രയോ വേദികളുണ്ട്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ജനിച്ച പോലെ തന്നെ അതിനേക്കാണ് കുറച്ചും കൂടി ബടക്കായി എന്നല്ലാതെ വന്ന പോലെ പോകാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. ഒരു കുട്ടി വരുമ്പോൾ കജകമ്മി വല്ലതോ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു മക്കാമത്ത് മുട്ടിടക്കാത്ത ആളാണ് അല്ലേ? ഇന്ന മാതിരിയായ കജകമ്മി വലതട്ട് ഉമ്മ പ്രസവിച്ച ദിവസം പോലെ എന്ന് പറഞ്ഞു. ഉമ്മ പ്രസവിച്ച ദിവസം എനിക്ക് വിലയത്തുണ്ടായില്ല. പക്ഷെ ദോഷമൊന്നുമില്ല എന്നല്ലാതെ
അപ്പൊ ഒന്നാമത്തെ മക്കാമായി എന്നേ അർത്ഥം വരുന്നുള്ളൂ. കാര്യം കുറച്ച് പ്രശ്നമുണ്ട് ഇവിടെ. അതാ ഫലി അജലിഹി, ഈ സഫറിന് വേണ്ടിയാണ് ഇത് ഖുലിഖത്തിൽ ഖുലൂബ്. അയാ ആലോചിച്ചു അല്ലപ്പന്തിൽ എന്താ നിർത്തിണ്ട ദോഷം പൊറുക്കപ്പെട്ടാൽ അതായിരുന്നല്ലാണ്ട് വേണ്ട മറ്റേ തഹലിയത്ത് ഒന്നും എന്നല്ലാണ്ട് തഹലിയത്ത് വന്നിട്ടില്ലല്ലോ. ഒരു പിള്ളേർ ഉണ്ടാണ്ട് ഇതിനെ മുകളിൽ ചിരണ്ടിയിട്ടെല്ലാം വൃത്തിയാക്കിയിട്ട് ആ ഇരുമ്പ് എൻ്റെ ഹക്കീകത്തിൽ ഇരുമ്പ് തെളിയിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഉണ്ട്. അത് അവിടെ പല ഇതിലുണ്ടല്ലോ. മക്കാമത്ത് വിട്ടിടുന്നത് ദയവ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അതിനുള്ള സഹലി എന്തായി ചിരണ്ടല് പരിപാടി കഴിഞ്ഞ് മണൽ കള്ളാസെല്ലാം ഇട്ട് വൃത്തിയാക്കി തഹലിയത്താക്കി ഇനി വേണ്ടതെല്ലാം നിറച്ചോളൂ. തുടങ്ങുന്ന ആൾക്ക് എളുപ്പമുണ്ട്. ഒരു പണി ലാഭം കിട്ടി. അതിനകത്ത് ശുദ്ധീകരണം നടന്നു. പിന്നെ അതുകൊണ്ട് പലതും നേടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിൽ ഹഷറാക്കിയില്ലേ? അപ്പൊ ഇബാദത്താണ് മുമ്പ് ഉദ്ദേശിക്കുന്നത്. ഈ സൈറ് സുലൂക്ക് എന്നല്ല. അവലേക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞ എന്താ പറയും? സൈറ് സുലൂക്ക് പിന്നെ വസൂല്. സൈറും സുലൂക്കും ഒന്നാണോ രണ്ടാണോ? അത്ഹു തഫ്സീറാണോ? രണ്ടും രണ്ടെണ്ണം. എന്തുകൊണ്ട്? സൈറ് എന്ന് പറഞ്ഞാൽ കൽബിന്റെ പണിയാണ്. അമ്മ സൈറു വഹിയ ഇബാറത്തുൻ അൻ തഅല്ലുഖിൽ കൽബി. താരീഫ് പറഞ്ഞു നോക്കറ. ഇബാറത്തുൻ അൻ തഅല്ലുഖിൽ കൽബി എന്ന് പറഞ്ഞു. അപ്പൊ കൽബിന്റെ പണിയിലാണ് ഏതെണ്ണിനി? ബിഹദ്റത്തിൽ റബ്ബി സുബ്ഹാനഹു വ തആല. തഫക്കുറല്ല, സൈറ് അള്ളയിലേക്ക് എത്തിച്ച ഒരുപാട് ഇപ്പുറം പറയുന്നുണ്ട്. ഇനി സുലൂക്ക് അനുസരിച്ച് പണിയെടുക്കല്. ഈ തഅല്ലുഖ് വന്ന് കൽബിൽ പണി വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി കൊടുക്കും. ആ സുലൂക്കല്ലേ. അപ്പം തൗബ ചെയ്തിട്ട് ഒരുങ്ങി പിന്നെ ഇൽമ പഠിക്കാത്ത പോരാത്ത ഇൽമ വീണ്ടെടുത്തു. പിന്നെ നിസ്കരിക്കാനുള്ള ഇഷ്ടത്തിലേക്ക് അതങ്ങനെ പോകുന്നു. അപ്പൊ സൈറുണ്ടായാൽ സുലൂക്ക് ലാസ്യമായിട്ട് വരും. അത് കൽബിൽ വന്നു കഴിഞ്ഞാൽ. ഏതുപോലെ വൈദാമഹല്ലത്തിൽ ഹിദായത്തു കൽബ നശിതത്ത് ഫിൽ ഇബാദത്തിൽ അഅ്ലാഉ. എന്തിനാ ഹംസയിലല്ലേ പറഞ്ഞു? വൈദാഹല്ലത്തിൽ ഹിദായത്തു കൽബ നശിതത്ത് ഫിൽ ഇബാദത്തിൽ അഅ്ലാഉ. ഹിദായത്തിൻ്റെ നൂറ് കൽബിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തിന് വേണ്ടി എന്താക്കും? എല്ലാ ആ ജവാരികളും ഉഷാറാക്കിയിട്ടുണ്ടാകും. ആവേശം തന്നെ. അപ്പോൾ സുലൂക്ക് ജവാരിഹിലാണ് അനുഭവപ്പെടുക. അതാണ് ഇബാറത്തുൻ അൻ തഅല്ലുഖിൽ ഖൽബി നഹ്വ റബ്ബി സുബ്ഹാനഹു വ തആല മഅ മുഖാലഫത്തി നഫ്സ് ഫീ ഹുബ്ബി ശഹവാതിഹാ വലൗ മുബാഹതൻ. മുബാഹായ ഷഹവാത്തായാലും അവിടെയും മുഖാലഫത്ത് കൊടുക്കുന്നു. അപ്പോൾ മുഹറമായ ഷഹവാത്താണെങ്കിൽ പിന്നെ ഔല കൊണ്ടും നടക്കുമല്ലോ. അതാണ്. അപ്പൊ ഇതിന് മർക്കബ് വേണമെന്ന് ഇപ്പൊ പറഞ്ഞല്ല. പിന്നമാ മർക്കബുൽ ബദൻ. അപ്പൊ മൊത്തത്തിൽ ഇബാദത്തിന് അട്ടാക്കി മുപ്പറന്താക്കി ഈ സഫറിലേക്ക് ഒതുക്കി. മനാസിൽ സൈർ. അങ്ങനെ ആ പേര് തന്നെ കിതാബുണ്ടല്ലോ, മനാസിൽ സൈരീന. അതെ. അല്ല ഇപ്പൊ സൈർ പറഞ്ഞ കൽബിന്റെ പണി. സുലൂക്ക് അമാലി. രണ്ടും കൂടെ കൂട്ടിയിട്ട് പറയും. ലാസിമും മർദ്ദവും ഒന്നിച്ചുകൊണ്ട് പറയും. സൈറും സുലൂക്കും. പിന്നെ ചിലർ ഒന്നാന്ന് പറഞ്ഞവരും ഉണ്ട്. ഇത് ഷാഫി ഇമാം ഖലീലത്തുൽ ബഹി കൊടുത്ത താരീഫ ഞങ്ങൾ പറഞ്ഞത്. വന്നമാ മർക്കബുൽ ബദൻ. ഇനി സാദ് വേണം എന്ന് പറഞ്ഞല്ലോ. വസാദുഹുൽ അൽ ഇൽമ. എന്തെങ്കിലും ഇൽമല്ല, അൽ ഇൽമ. വന്നമൽ അസ്ബാബുല്ലത്തി തൂസിലുഹു ഇലസ്സാദി വതമക്കുനിഹി മിന തസവ്വുദി മിൻഹു ഹുവൽ അമലു സാലിഹു. ഇനിയോ സാദിലേക്ക് അവൻ എന്താക്കണം? എത്തിക്കണം. അതായത് ഇൽമിലേക്ക്.
സാദ് ഇൽമൽ എന്ന് പറഞ്ഞ് അതുപോലെ ആ ഇൽമിൽ നിന്ന് ധാരാളം ശേഖരിക്കണം, അതിന് തംകീൻ ചെയ്യുന്നതും ഹുവൽ അമലു സ്വാലിഹ്. അപ്പം വലൈസ യുംകിനു അൻ യസിലൽ അബ്ദു ഇലല്ലാഹി സുബ്ഹാനഹു വ തആല മാ ലം യസ്കുനിൽ ബദൻ. അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. ഇത് റൂഹിന് എന്തെങ്കിലും ഉടച്ച് പ്രവർത്തിക്കണമെങ്കിൽ ബദൻ കൂടാണ്ട് കഴിയൂല. പിന്നെ ബദനെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് എല്ലാം കൂടെ എന്താക്കി ബദന് തസ്ഹീറാക്കി കഴിഞ്ഞാൽ അതിന് സ്വയം ബലത്ത് നേടിയാൽ എന്താക്കുക, ബദനില്ലാണ്ട് തന്നെ റൂഹ് സ്വയം പ്രവർത്തിച്ചോളൂ. മതം വേണമെന്നില്ല, പോകാനും വരാനും പ്രവർത്തിക്കാനും തസറുഫ് നടത്താനും. അത് മൊത്തം വിഷയങ്ങളെ ഔലിയാക്കളുടെ പണിയാകല്ലേ. ഓരോ മതൻ അഹമ്മദ് ഫാറൂഖ് സർഹന്ദി ഇമാം പറഞ്ഞല്ലോ, ബദന് നമുക്ക് അവർ വെച്ച സ്ഥലത്ത് തുറന്നു നോക്കി ഓരോ ബദനോടെ കിടക്കുന്നുണ്ട്, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും, ഓരോ തകയൂരില്ലാണ്ട് കിടക്കും. പക്ഷെ ആ ബദനയുടെ രംഗത്ത് അവർ എണീച്ച് വന്നിട്ടുമില്ല. പക്ഷെ ഇവിടെ തസറുഫ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റൂഹിനെ കമാല് കെട്ടിക്കഴിഞ്ഞാൽ ബദനിന്റെ ആവശ്യമില്ലാതെ കണ്ട് സംഗതി നടക്കും. അതിന്റെ ആലാത്ത് ചിലപ്പം അസ്ബാബ് ഒഴിവാക്കി കളയും. എളുപ്പമുണ്ടാവും. പക്ഷെ ആദത്താണ് ഈ പറഞ്ഞത്, ബദന വാസ്യത്തിൽ കൂടിയുണ്ട്. ഇപ്പം പണ്ട് കോഴിക്കോട്ട് നിന്ന് ഒരു വണ്ടിൻ്റെ ഹെഡ് ലാമ്പ് നഷ്ടപ്പെട്ടു, തണുപ്പമ്പിലേക്ക് എത്തിക്കുമ്പോഴും രാത്രി ഡ്രൈവർ നല്ല മാഹിതായതുകൊണ്ട് എന്താക്കി ഇലക്ട്രിക്കിൻ്റെ ലൈറ്റും മുമ്പിൽ പോകുന്ന വണ്ടിയുടെ പ്രകാശം കൊണ്ട് വണ്ടി എല്ലാം കൊണ്ടാണ് തണുപ്പമ്പിലേക്ക് എത്തിച്ചത്. അന്ന കണക്കത്തെ ഡ്രൈവറാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? അയാളുടെ ഡ്രൈവിങ്ങിലുള്ള കമാലത്ത് ഉപയോഗിച്ചിട്ട് ഹെഡ് ലാമ്പ് ആകുന്ന അസ്ബാബ് ഒഴിവാക്കിയിട്ട് വണ്ടി എത്തിച്ച് വണ്ടിയിലേക്ക്. അയാളിപ്പെടുത്താൻ വരച്ചിന്, എനിക്കറിയാല. നന്നാക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റിലെ ലൈറ്റും അതുപോലെ വീടിൻ്റെ ലൈറ്റ് മറ്റേ ലൈറ്റ് എല്ലാം കൊണ്ടിട്ട് കാര്യം ഒപ്പിച്ചു. അപ്പോൾ അപ്പൊ അസ്ബാബ് എന്താ? അസ്ബാബിന് എന്താ? അമലു സാലിഹ് അസ്റാക്കിയിട്ട് ഇപ്പോൾ ഉള്ളത്. ഇന്നം വിട്ടാൽ അസ്റാവല്ല അല്ലേ? എന്നൊക്കെ ഞാൻ പറഞ്ഞ താലിന്റെ താലിയിൽ താലി ഏതായാലും അസ്ബാബ്, താലിന്റെ താലി എന്തോ ആയിക്കോട്ടെ, അതെന്തില്ലായി ഹുവൽ അമലു സാലിഹും. ഇനി വലൈസ യുംകിനു അൻ യസിലൽ അബ്ദു ഇലല്ലാഹി സുബ്ഹാനഹു വ തആല മാ ലം യസ്കുനിൽ ബദൻ. അതെ, ഇൽമിലേക്ക് ചേർക്കുന്ന അസ്ബാബ് സാലിഹായ അമാലുകളെ കൊണ്ട് ഇൽമിൽ വർധന ഉണ്ടാവുമല്ലോ. ഏത് ഇൽമാന്ന് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഇൽമല്ല, അത് ഒന്നാമത്തെ ജുസയിലെ അൽ ഇൽമുണ്ട്, അലിഫ്ലാം എടുത്ത ഇൽമ എന്നാണ് മൂപ്പർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് അമലുകൊണ്ട് ഇൽമ കിട്ടും, ഇൽമുകൊണ്ട് അമലും കിട്ടും. അതെ, ഒരു മരത്തിന്റെ ചപ്പ് എന്താക്കി അടിഞ്ഞു കൂടിയാൽ അതിനെ വളവൂലേ അല്ലേ? അപ്പൊ ഇല കൊണ്ട് എന്താക്കി നിറഞ്ഞു അതിനെ തടി കൂടി വിശാലാക്കുമ്പോ ഇല ഇനി ഇപ്പം കഴിക്കുന്നുണ്ടാവുമല്ല. അത് ജന്മ വർദ്ധിപ്പിക്കും, ലസീതന്നക്കും. അതായത് തഖ്വ കൊണ്ട് അതുപോലെ അഅ്മാൽ സാലിഹാത്ത് കൊണ്ട് ഇൽമ വർദ്ധിക്കാനുണ്ട്. ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യക്കീനിയായ ഇൽമണ്ടേ, യക്കീൻ വർദ്ധിക്കുമല്ല. അത് നോക്കണമെന്നില്ലല്ലോ. ആയിരിക്കും കിതാബ് തീരെ കാണാൻ. കിതാബ് ഹസൻ ഇമാമിന് ഹിജാബ് പറഞ്ഞിട്ടെ ഇല്ല, ഒരു ഹിജാബ് തീറ്റ ഹസൻ ഇമാമിന് ഇമാം ആയതിനു ശേഷം ഹേജ് എഴുതിയല്ലേ? അല്ല, ദർക്കാവ് ഇമാം റസായില് പറഞ്ഞിട്ടുണ്ട്, മുനിതന്മാർ വന്നിട്ട് പറയുമ്പോൾ ഇന്ന കിതാബ് ഇന്ന കണ്ടത് ഇന്ന ഇമാമ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടപ്പെടാ നിന്റെ കിതാബുമ്പോൾ നിന്റെ ഇമാമ നിനക്കെന്ത് കിട്ടിയെന്ന് പറ. എന്താ കിട്ടീനി? നിന്റെ കൽബിൽ അള്ളാഹു തആല എന്ത് ഫത്തഹാക്കി തന്നു ഉണ്ടാ എന്നാ ഇത്. അപ്പൊ നീ കിതാബിന്റെ അടിമയാകാൻ പാടില്ല, കിതാബ് നിന്നിൽ നിന്നുണ്ടാകുകയുണ്ട്. അതിനകത്ത് ഇമാമികളൊക്കെ തള്ളിപ്പറഞ്ഞു എന്നല്ല, അതൊരു മക്കാമാത്ത് വേറെയാണ്. ഇത് മൂപ്പറും മരിതമാറിൽ ഉദ്ദേശിക്കില്ല. നിങ്ങളുടെ കൽബിൽ എന്താണോ പറഞ്ഞത് അപ്പം എഴുതിയിട്ടുണ്ടാക്കിയേക്കണം, പിന്നെ ആലോചിച്ചാൽ കിട്ടൂല. ദർക്കാബി ഇമാമ് നമുക്ക് കേട്ടല്ലേ, സാദി തരീഖത്തിന്റെ ഹെഡ് ഓഫീസല്ലേ ദർക്കാബി. ഇന്ന് നിലവിലുള്ള ഏത് സനതെടുത്താലും ദർക്കാബിയെ ടച്ച് ചെയ്യും. 6ാമത്തെ ആളായിരിക്കും. ഇല്ല,
പക്ഷെ അതുകൊണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കുത്തലും മണങ്ങലൊന്നും അല്ലാണ്ട് ഉദ്ദേശം ഉണ്ടായില്ല. കവിമാമ റസായിലും നമ്മ റസായമ പരക്കും ചറഹണൊക്കെ ഓതിയതാണ്. 2 മുജല്ലതുണ്ട്. ഹിക്കുമ്പ പോലത്തെ മറ്റൊരു കിതാബ് 6ാമത്തെ ആളായിരിക്കൂലേ. നൂഞ്ഞേരി മുഹമ്മദ് അബ്ദുൽ ഹഫീദ് ഷാദിലി, അവരുടെ ഷെയ്ഖാണ് ഹസാൻ ബിൻ സിനാൻ അഫീഫുദ്ദീൻ യമനി, അവരുടെ ഷെയ്ഖ് മുഹമ്മദ് അൽ ഫാസി, മുഹമ്മദ് ഹംസത്തുൽ ലാഫർ അൽ മദനി, അവരുടെ ഷെയ്ഖാനാണ് ദർക്കാവി. അത്തിപ്പറ്റ് ഹുസൈനെ സുന്നത്തെടുത്താലും ദർക്കാവിലേക്ക് എത്തും. ഏതിൽ കൂടി പറഞ്ഞാൽ ദർക്കാവ് ടച്ച് ചെയ്തിട്ടേ പോവുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു തോപ്പിക്കാത് ചുരുക്കട്ടി പറയാം. ബദനിൽ താമസിക്കാത്ത കാലത്തോളം അതിനെ വസൂലാക്കാൻ കഴിയൂല എന്നാണ്. അപ്പം റൂഹായിട്ട് അടങ്ങന്നെ വെച്ചിരുന്നാൽ ബദൻ കൊണ്ടെടുക്കേണ്ട പണിയില്ലണ്ടാവും. വലം യുജാവിസി ദുഞ്ഞ, അതുപോലെ ദുഞ്ഞാവിനെ പിരിയാത്ത കാലത്തോളം. ഫൈനൽ മൻസിലൽ അതിനാ ലാബുദ്ദ മിൻ ഖത്ഇഹി ലിൽ വസൂലി ഇലൽ മൻസിലിൽ അഖ്സാ. ഞാൻ പറഞ്ഞത് മംഗലാപുരത്തുനിന്ന് പുറപ്പെട്ട വണ്ടി 5 ദിവസം ടച്ച് ചെയ്യാതെ കണ്ടെന്താക്കാൻ കഴിയില്ല, കണ്ണൂരൊക്കെ എത്താൻ കഴിയൂലല്ലോ. 2 ലമ്പില്ല അവിടെ. അപ്പൊ ദുഞ്ഞാവ് തടിയില് വന്നിട്ട് ദുഞ്ഞാവിനെ വിട്ടുകിടക്കണം. അല്ല, അവിടെ തന്നെ വെച്ചിരുന്നാലേ ഈ വസൂൽ കിട്ടാൻ സാധ്യതയില്ല. റോഹിനെ പടച്ചിട്ട് അതിന്റെ കേന്ദ്രത്തിൽ സൂക്ഷിച്ചു നോക്കാം. അതന്നെ. അപ്പൊ അതില് 2 ലമ്പില്ല അവിടെ. ഇപ്പൊ ദുഞ്ഞാവിലെ സ്റ്റേഷനിൽ ഫൈനൽ മൻസിലൽ അതിനാ ലാബുദ്ദ മിൻ ഖത്ഇഹി ലിൽ വസൂലി ഇലൽ മൻസിലിൽ അഖ്സാ വദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ. അതറിയാലോ. വഹിയ മൻസിലും മിൻ മനാസിലിൽ ഹുദാ. അപ്പൊ ദുഞ്ഞാവ് എന്നുള്ളത് എന്തായിരിക്കും? ഹുദാന്റെ മൻസിലിൽപ്പെട്ട ഒരു മൻസിലായി. പക്ഷെ അതെന്താ ദുഞ്ഞാവ്? വൈന്നമാ സ്വമീയത്ത് ദുഞ്ഞാ, ദുഞ്ഞാവിന് ദുഞ്ഞാവ് എന്ന് പേര് വന്നത് എന്ന അതിനൽ മൻസിലത്തെയും മൻസിലയിൽപ്പെട്ട ഏറ്റവും തൊട്ടടുത്തുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ആലമിൽ വന്നിട്ട് തസബ്ബുദ് കൂടാണ്ട് കഴിയൂല. അത് അനിവാര്യമായി മാറിപ്പോയി എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അല്ലെങ്കിൽ ആലമുൽ അർവാഹിൽ റൂഹിനോടെ പഠിച്ചിട്ട് എത്രയോ പടക്കേണ്ട ചെയ്യുന്നു. അന്നേരം അതിന് അവിടെ തന്നെ അത് ആലിമയിക്കൂടെ. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി എല്ലാം കൊടുത്താൽ അവിടെ വെച്ചിട്ട് ദുനിയാവിലേക്ക് പോകും. വൽ ബദനു മർക്കബുഹുല്ലദീ യസിലു ബിഹി ഇലാ ഹാദൽ ആലം. ഈ ആലമിലേക്ക് വസൂലാകാനുള്ള മർക്കബാണ് ബദന്. ഫഫ്തഖറ, അപ്പം എന്തോണം? ഒരു വണ്ടിയായി പോകും, അല്ലെങ്കിൽ ഒരു പുര തൽക്കാലം വന്ന് താമസിക്കാനുള്ള ഒരു പരിയായി. അപ്പം ഈ പുരക്കെന്ത് വേണോ? അതിൻ്റെ റിപ്പയർ നടത്തണം. അത് ചോർന്നൊലിക്കാൻ പാടില്ല. കള്ളനും വെള്ളവും കയറാതിരിക്കാൻ വേണ്ടി പൂട്ടെല്ലാം വേണം. അത് വിത്തബയാണ്. രണ്ടെണ്ണം ആവശ്യമായി വന്നു. ഞാൻ ചോദിക്കുന്നത് ബദനിനെ കാക്കൽ എങ്ങനെയാ? 2 കാര്യം ചെയ്യണം. ഒന്ന് വേണ്ടതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണോ, വേണ്ടാത്തെല്ലാം തണ്ടണം. അപ്പൊ ജൽബും വേണം, ദഫ്നും വേണം. അതല്ലേ? അതിനോട് അനുയോജ്യമായ കാര്യം ഭരിക്കണം. അതിനാൽ ഭക്ഷണ സാധനങ്ങളാലും മറ്റു പലതും, ഭക്ഷണത്തിൽ മാത്രമല്ലല്ലോ. ഇതിനെ ഹലാക്കാക്കി കളയുന്ന കാര്യം അതിനെ തള്ളിയും പോണം. വയുഹലിക്കുഹു, അതിനാണ് അസ്ബാബിൽ ഹലാക്കിനാൻ. അതുകൊണ്ട് അപ്പം ഒന്നാമത്തേതാണ് വലിക്കലി. അതിൽ ഇലാജുന്തേന് 2 ജുന്ത് വേണം. ഒന്ന് ബാത്തിനായ ജുന്ത് ബഹുവ ശഹവത്തോ, ഭക്ഷണത്തിനോടുള്ള ശഹവത്ത് ഇല്ലാത്ത കാലത്തോളോ എന്തുണ്ടാക്കി വെച്ചാൽ ഇവർക്ക് അങ്ങോട്ടൊരു ബുദ്ധിപ്പിട്ടിതാവൂലല്ല. അത് തിന്നാൻ വേണ്ട, ഇവർക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ എന്തുണ്ടാകല് ഒന്നും ചിലവാവില്ലല്ലോ അവിടെ. അത് ബാത്തിനാണ്. നാഹിറായ ഏതാണ്? കൈ വേണം. അതുപോലെ അതിനെ കൊണ്ട് തന്നെ അയലാക്കൾ വേറെയും വേണം. വളമ്പാനുള്ള സ്പൂണ് വേണം. അത് ആലത്തിന്റെ അനത്താണ്. മുറിക്കാനുള്ള കത്തി വേണം. അങ്ങനെ പോകുന്നു. വളമ്പാനുള്ള പ്ലേറ്റ് വേണം.
അതെ ഇഫ്തിഖാർ തന്നെ ഉള്ളൂ. അപ്പൊ എന്താക്കി ഫിൽ ഖൽബിൽ അല്ലാഹു തആല പടച്ചെന്താ മിന ശഹവാതി മഹ്താജിലിയ ഒന്നാമത്തെ ഷഹവാത്തിനാല് ആവശ്യമുള്ള അത്ര പടച്ചു. ഇനി ആവശ്യം കവിഞ്ഞു പോയാൽ എന്താക്കും? തിന്നാ ഇപ്പൊന്നും മതിയാവില്ല. ഇവൻ രോഗം വന്നിട്ട് അവിടെ കിടക്കാന്നവരെയും തിന്നും. അപ്പോൾ ഒരളവോളം വേണം. മഹ്താജിയില് തീരെ ഇല്ല, ഞാൻ ഒന്നും തിന്നൂല, തടി വലിയും. മറ്റേതാകുമ്പോൾ രണ്ട് തറഫിലൊന്നുണ്ട്, രോഗമുണ്ട്. ആളാക്കളെ പടച്ച് അല്ലത്തി ആലാഹി ആലാത്തു ഷഹവാത്തിന്റെ ഇപ്പൊ കയ്യും കാലൊക്കെ പഠിച്ചു കൊടുത്തു. ഫഫ്തഖറ. ഇനി അടുത്തത് ഇപ്പൊ ഏതിലേക്കാണ്? ഇപ്പോൾ ജൽബിനാണ്. ഇനി ദഫ്ഇനല്ലേ? ഫഫ്തഖറ ലിജഅലി ദഫ്ഇൽ ഹലക് മുഹ്ലികാതിൻ ഇലാ ജുന്ദൈനി. രണ്ട് ജുന്ദ് വേണം. ഒന്ന് ബാത്തിന് വേണം, വഹുവൽ ഗളബ്. അതിനാണ് ഗളബ് എന്ന് പറയുന്നത്, പ്രതിരോധം. അല്ലദീ ബിഹി യദ്ഫഉൽ ഹലക മുഹ്ലികാത്തിനെ തടയുന്നത്. വയന്തഖമു മിനൽ അഅദാക്കളോട് ശിക്ഷ കൊടുക്കുന്നതൊക്കെ. വല്ലാഹിലുണ്ട്, അതിനും വല്ലത്തായാൽ തന്നെ. അപ്പൊ രണ്ട് ചൊന്തിന് ഉപയോഗിക്കാനുള്ള ആലത്ത് ഇത് തന്നെയാണ്. അതാ വഹുവൽ യദു വൽരിജ്ലു അല്ലദീ ബിഹിമാ യഅമലു ബിമുഖ്തദൽ ഗളബി. ഗളബിന്റെ മുഖ്തദ അനുസരിച്ചും അതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ശഹവത്തിനായാലും പിന്നെ ഗളബിനായാലും ഉപയോഗിക്കുന്ന ആലത്ത് ഒരേ സാധനം. വകമ്മല ദാലിക ബിഉമൂറിൻ ഖാരിജത്തിൻ അനിൽ ബദനി. നമ്മുടെ കമ്മലാന്ന്. പിന്നെ എല്ലാത്തിലും കുല്ലു തന്നെ. അതിൽ കമ്മല എന്നാ അല്ല, അതിൽ ഏതാ ഇപ്പൊ ഉണ്ട് നമുക്ക് ആലോചിച്ചാൽ മതിയല്ല. ഇവിടെ കമ്മല ഇത്. അതാ ഉമൂറുൻ ഖാരിജ അല്ല അസ്ലിഹത്തി. ഞാൻ പറഞ്ഞേ ആലത്തിന്റെ ആലത്ത് വേണം, വിളമ്പാനുള്ള പ്ലേറ്റ് വേണം. നേരത്തെ എണ്ണീലേപ്പാ. അപ്പൊ ഉമൂറുൻ ഖാരിജത്തില്ലേന്ന്, തടിയിൽ നിന്നും ഖാരിജായ ഉമൂറല്ലേ? വിളമ്പാനുള്ള സ്പൂണ്, പ്ലേറ്റ്, മുറിക്കാനുള്ള കത്തി, ഷഹവാത്തിന്റെ വാമിലി അല്ലെ. ചിലത് ഇത് തിന്നാൻ കഴിയൂലല്ല. കൊള്ളിപ്പുളം ഉണ്ടാണ്ട് ചൂളികളെയുള്ള സാധനം ഒന്നും ഇല്ലെങ്കിൽ ഇതെങ്ങനെ തിന്നല്? ഇനി ചൂടാക്കാനുള്ള തീയില്ലെങ്കിൽ അത് ശരിയായിട്ട് വേവിക്കുക. അതുപോലെ ഗളബിന്റെ മക്തത അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആലത്തോ ഒരു വടിയോ ഒന്നും ഇല്ലെങ്കിൽ വെറും കൈയോട് പ്രതിരോധിച്ചാൽ നടക്കൂലല്ല. അതല്ല ഉമൂറുൽ ഖാരിജത്ത് പറയുന്നത്. അപ്പോൾ കുല്ലു ദാലിക എന്നാണോ കമ്മല ദാലിക എന്നാണോ വേണ്ടതെന്ന് നമ്മൾ ഇവിടുന്ന് ഈ വിഷയം വെച്ചിട്ട് ആലോചിച്ചോണ്ട്. കമല അതല്ലേ യോജിപ്പ്. ഏത് ഇനി അസ്ലിഹത്ത് അതുപോലെ ആലാത്തിന്റെ ആലാത്ത്. തുമ്മൽ മുഹ്താജു ഇലൽ ഗിദാ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തിലേക്ക് മടങ്ങും, ജൽബിലേക്ക്. ഗിദാഇന് ആവശ്യമായിരുന്ന ഒരു വ്യക്തി ഇദാലം യാലിഫിൽ ഗിദാ, ഭക്ഷണം എന്താണെന്ന് ആദ്യം അറിയണ്ടേ. എന്തെല്ലാം ഭക്ഷണമുണ്ട്, അതെങ്ങനെ തിന്നാം എന്നറിയാത്ത കാലത്തോളം എന്ത് ചെയ്യും? ഒരു പച്ച ചെടി കൊണ്ടാകുന്നുണ്ട്, ഇത് തിന്നണോ വേണ്ടിയോ, പൊങ്ങിട്ടാകുന്നുണ്ട്, പച്ചനെ തിന്നുന്നുണ്ട് എന്നറിയുന്നില്ല. അത് പാരമ്പര്യമായി ശീലിക്കാത്ത കാലത്തോളം ഇത് ജുഹലുമുത്തിലൊക്കെ അതിനോട് കിടക്കും. ഇപ്പം എത്ര ചെടി മുറ്റത്തുണ്ട് നമുക്കറിയാം, അത് നല്ല ചേരുണ്ട് എന്നുള്ളത്. ഇതിനോട് ഉമ്മറാജ് പറിച്ചോണ്ടാന്ന് കുറേ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് മുറ്റത്ത് കാടല്ലേ, ഇത് കൂട്ടാൻ വെച്ച് കൂട്ടി വെക്കുന്ന. അപ്പൊ ഹിതാഗ് എന്താണെന്ന് അറിയണം. മരുന്നാക്കുന്ന സാധനം എന്താണ്? നമ്മ എത്രയോ ഒത്തിക്കളയുന്നുണ്ട്. ലം തൻഫഉഹു ശഹവത്തുൽ ഗിദാഇ, ഗിദാഇന്റെ ശഹവത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. വാലത്തുഹു, ആലത്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ. അപ്പൊ ഫഫ്തഖറനിൽ മഅരിഫ, അപ്പൊ മഅരിഫത്തുൽ ഗിദാ അല്ലേ, അതിലേക്ക് ആവശ്യമായി ഇലാ ജുന്ദൈൻ, അതിനും പണം രണ്ട് ജുന്ത്. ആ ജുന്തിന്റെ കസറത്ത് ഇങ്ങനെ പോകുന്നു. ബാത്തിനായ ജുന്തുണ്ട്, അതേതാ? ഇദ്റാഖുൽ ബസർ, ബസറിന്റെ ഇദ്റാഖ് വേണം, ദ്വൗക്കിന്റെ വേണം, ഷമ്മിന്റെ വേണം, സംഇന്റെ വേണം, ലംസിന്റെ വേണം. 5 ഇദ്റാഖത. അതായത് പഞ്ചേന്ദ്രിയങ്ങളില്ലേ ഇപ്പൊ? ബസറ്, പിന്നെ സംഇ, ദ്വൗക്ക്, ഷമ്മ്, ലംസ്, 5 എണ്ണായി. ലാഹിർ ഏതാ? വഹുവൽ ഐനു,
അയിന് എന്തിനാ നിൽക്കുന്നത്? ബസറില്. അയിനും ബസറും തമ്മിലെ ബന്ധോ? പിന്നെ ലൗക്ക് എന്ന് പറഞ്ഞത് എന്തിനാ നടക്കുന്നത്? ലിസാനിലി ഷമ്മോ മൂക്കിനി. അപ്പോൾ ദർപ്പനഷർ മുറത്തമായിട്ടല്ല പോയത്, എല്ലാം പറഞ്ഞിട്ടുമില്ല. ആദ്യത്തെ 5 ഇവിടെ 3 പറഞ്ഞിട്ടുള്ളൂ. വൈറുഹ കൊണ്ട് മതിയാക്കിയില്ലേ? അപ്പൊ അംഫും ഷമ്മും തമ്മിൽ ബന്ധമുണ്ട്, മുതനും ഷമ്മും തമ്മിൽ ബന്ധമുണ്ട്. ഇനി തഫ്സീലു വജ്ഹിൽ ഹാജത്തി ഇലൈഹ, അതിലേക്ക് ആവശ്യത്തിന്റെ വജ്ഹ് തഫ്സീലാക്കൽ, വജ്ഹിൽ ഹിക്മത്തി ഫീഹ, അതിലുള്ള ഹിക്മത്തിന്റെ വജ്ഹും യത്തൂല പറഞ്ഞ നീണ്ടുപോകും. അത് ഇവിടെ തുറന്നില്ല എന്ന് പറയും. വലാ തഹബീഹി മുജല്ലദാത്തും കസീറത്തുൻ, വലിയ മുജല്ലദ് ഉണ്ടായാലും മതിയാവില്ല. വഖദ് അശർന ഇലാ തർഫിൻ യസീരിൻ മിൻഹ, അതിൽപ്പെട്ട കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ട് ഈ കിതാബ് ശുക്രിലെ. അത് കിതാബ് ശുക്ർ 4 ഉള്ളത്. പറഞ്ഞതുകൊണ്ട് വായിച്ചിട്ട് തുറപ്പിൽ പൊട്ടുകൊള്ളുക എന്നാണ്. അപ്പൊ കിതാബ് ശുക്രിലേക്ക് വിട്ട് അതിൽ പൊട്ടാകെ എത്രയായി? ജുനൂദുൽ ഖൽബി തഹസ്സുറുഹാ സലാസത്തു അസ്നാഫ്, 3 ഇനം. ഒന്ന് സിൻഫുൻ ബാഇസുൻ വ മുസ്തഹിസ്, രണ്ടും തന്നെ. ഇളക്കി വിടുന്നത് മുസ്തഹിസ്, ഹസ്സാന്റെ ഇസ്തിഫാൽ വാബ്. ബാഇസ് പ്രേരിപ്പിക്കുന്നത്. എന്തിനു പ്രേരിപ്പിക്കും? ഇമ്മയില ജൽബിൽ നാഫിഇ അൽ മുവാഫിഖി കശഹബത്തി, ശഹബത്ത് പോലെ. വഇമ്മയില ദഫ്ഇൽ ലാദിൽ മുനാഫിഖ് അൽ ഗളബ് പോലെ. അപ്പോൾ ഗളബിന്റെ ഇനം ഏതായി? ബാഇസ്, മുസ്തഹിസായ സാധനം. ഇനി വഖദ് യുഅബ്ബറു അൻ ഹാദൽ ബാഇസി, ഈ ബാഇസിന് ഇബാറത്തുടാം ബിൽ ഇറാദത്ത് എന്ന് മൊത്തത്തിൽ ഇബാറത്തുടാം. വസ്താനി, രണ്ടാമത്തെ സിൻഫ്, വഹുവൽ മുഹർരികു ലിൽ അഅ്ളാ, അഅ്ളാക്കളെ ചലിപ്പിക്കണം അടുത്തേക്ക്, ഇലാ തഹ്സീലി ഹാദിഹിൽ മഖാസിദിലേക്ക്. വയുഅബ്ബറു അൻ ഹാദ സാനി, രണ്ടാമത്തേന് ബിൽ ഖുദ്റത്ത് എന്ന് ഇബാറത്തുടാം. വഹിയ, ഈ ഖുദ്റത്ത് എന്താ? ജുനൂദുൻ മബ്സൂസത്തുൻ ഫീ സാരിൽ അഅ്ദാ, എല്ലാ അംഗങ്ങളിലുണ്ട്. മറ്റേതോ ലംസ് ദൗക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക അംഗങ്ങളിലേ ഉള്ളൂ. ദൗക്ക് നാവിലല്ലാതെ റബഡിയിലല്ല. അത് ഞാൻ പണ്ടേ പറയലേ, കുളനിറച്ചും പഞ്ചാരച്ചാക്ക് ഇറക്കിയിട്ട് അങ്ങോട്ട് കലക്കിയിട്ട് നല്ല സർവത്ത മോഡലാക്കി ഇയാളെന്നാക്കി ബായും പൊട്ടി മുങ്ങി കുളിച്ചിട്ട് വന്നാൽ അവൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളെത്തിയിട്ടുണ്ട്. രുചിയറിയില്ല. എന്തുകൊണ്ട്? നാവ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ കുതിരത്തിന് എന്തുകൊണ്ടാ? പ്രത്യേക മഹലില്ല, എല്ലാക്കിലുണ്ട്. ലാ സിയ്യമ, പ്രത്യേകിച്ച് ലല്ലാത്ത് മിന്ന വല്ലാത്താർ, ഞരമ്പുകൾ അതുപോലെ പേശികളിൽ പ്രത്യേകിച്ചുണ്ടാവും. ഇനി വസ്താലിസ്, മൂന്നാമത്തേതാ? ഹുബൽ മുദ്രിക്കു, ഇദ്റാക്ക് ചെയ്യുന്ന സാധനം. അൽ മുതഅരിഫു ലിൽ അഷ്യാ, അഷ്യാക്കളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന മണയുന്നതാണ്, ഇന്ന രുചിയുന്നതാണ്, ഇത് കയ്പാണ്, ഇത് എരിവാണ്, അങ്ങനെയുണ്ടല്ല. കൽ ജവാസീസി, ജാസൂസുകളെ പോലെ അത് പ്രവർത്തിക്കുന്നു. വഹിയ ഖുവ്വത്തുൽ ബസരി വസ്സംഇ വശമ്മി വദ്ദൗഖി വല്ലംസി, ഇതിൽ 5 എണ്ണത്തിലാണ്. അപ്പോൾ അത് എന്തിന് ഓപ്പോസിറ്റായി? ഖുദ്റത്ത് എല്ലാ സ്ഥലത്തും ഉള്ളപ്പോൾ വ്യാപകമായി കിടക്കുമ്പോൾ ഇവിടെ വ്യാപകമില്ല. അത് വഹിയ മബ്സൂസത്തുൻ ഫീ അലായി മുഹയ്യനത്തിൻ, കണ്ണിലേലെ കാഴ്ചയുള്ളൂ, കാതിലേലെ ശബ്ദമുള്ളൂ. വയുഅബ്ബറു അൻ ഹാദാ ബിൽ ഇൽമി വൽ ഇദ്റാഖ്, ഇബാറത്തിട്ടോ. അപ്പം 3 സിൻഫത്തരയായി. ഒന്ന് ഇൽമ് ഇദ്റാഖ്, മറ്റൊന്നോ അല്ല ഇറാദത്ത്, മറ്റൊന്ന് ഖുദ്റത്ത്. വമഅ കുല്ലി വാഹിദിൻ മിൻ ഹാദിഹിൽ ജുനൂദിൽ ബാത്തിനത്തി, ബാത്തിനായ ഈ ജുനൂദിനപ്പുറമുണ്ട് ജുനൂദുൽ ലാഹിറ, ലാഹിറ ജുനൂദുണ്ട്. പക്ഷേ ലാഹിറ ജുനൂദ് എല്ലാത്തിനും കൂടി ഒരു മൗഖൂഫായ സാധനമായിട്ട് ഇപ്പോൾ കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനും അള്ളാഹ് കൊടുത്ത അള്ളാഹ് കൊണ്ടുള്ള പടയായിരിക്കുമല്ലോ. ഈ 7 എണ്ണത്തിന് മുന്നസറാക്കിയില്ലേ? അതിന് വേണം അത് ഉപയോഗിക്കും, ഇതിന് വേണം ഇത് ഉപയോഗിക്കും. ബാത്റൂമിൽ ചെരുപ്പ് പോലെ ആ കയറിയാൾ ഉപയോഗിക്കാനല്ലേ, അത് ഇട്ടിട്ട് നടക്കും ആരെങ്കിലും. എന്താ
وهي الأعضاء المركبة من الشحم واللحم والعصب والدم والعظم. എല്ല്, മാംസം, രക്തം, നാഡീഞരമ്പുകൾ കൊണ്ടെല്ലാം മുറക്കമായ അലാക്കൾ തന്നെ ലാഹിനുൽ ബദൻ. അല്ലത്തി ഉഇദ്ദത് ആലാത്തിൽ ലിഹാദിഹിൽ ജുനൂദ്, ഈ പറയപ്പെട്ട ജുനൂദിനെല്ലാം ആലത്തായിട്ടാണ് ബദൻ കിടക്കുന്നത്. ഫഇന്ന ഖുവ്വത്തുൽ ബത്ശി ഇന്നമാ ഹിയ ബിൽ അസാബിയ, ബത്ശിന്റെ ഖുവ്വത്ത് കിടക്കുന്ന അസാബിയിൽ കിടക്കുന്നു. വഖുവ്വത്തുൽ ബസരി ഇന്നമാ ഹിയ ബിൽ ഐൻ വകദാ സായിറുൽ ഖുവ, ബാക്കിയെല്ലാം ഇടിക്കുന്നു. നമ്മുടെ എടുപ്പുണ്ട്. ഇനി വലസ്നാ നതകല്ലമ ഫിൽ ജുനൂദിൽ ലാഹിറത്തി, ലാഹിറ ജുനൂദിനെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല എന്നാ പറയുന്നത്. ഇത് കയ്യിനെ പറ്റിയും കണ്ണിനെ പറ്റിയൊന്നും. അനി അൽ അമൽ എന്താണ്, ഫൈനഹ മിൻ ആലമിൽ മുൽക്കി വശഹാദ, അത് ആലമുൽ മുൽക്കും ഷഹാദത്തിൽപ്പെട്ടതാണ്. വഇന്നമാ നതകല്ലമു ലാന ഫീമാ ഉയ്യിദ ബിഹി മിൻ ജുനൂദിൻ ലം തറൗഹ, കാണപ്പെടാത്ത ജുദിനാൽ ഈ കൈകാലികൾക്ക്, ആലമുൽ മുൽക്കിലുള്ള കൈകാലികൾക്ക് ശക്തി പാർക്കപ്പെടുന്ന ബാത്തിനിയായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരം. വഹാദ സിൻഫു സാലിസു, ഈ മൂന്നാമത്തെ ഇനം, വഹുവൽ മുദ്രികു മിൻ ഹാദിഹിൽ ജുംല, ഈ കൂട്ടത്തിൽ യൻഖസിമു ഇലാ മാ ഖദ് ഉസ്കിനൽ മനാസിലൽ ലാഹിറ, ലാഹിറായ മൻസിലകളിൽ നിക്ഷേപിക്കപ്പെട്ടതുണ്ട്. അതേതാ, വൽ ഹവാസുൽ ഖംസ്, അതില്ലേ, വൈലാമ ഉസ്കിന മനാസില ബാത്തിന, ബാത്തിനായ മനസ്സിൽ താമസിക്കുന്നതുമുണ്ട്. ഏതാ ബാത്തിന്? വഹിയ തജാവീഫു ദിമാഗ്, ദിമാഗിന്റെ ഉള്ളറകളാണ്, തലച്ചോറിന്റെ. വഹിയ ഐദൻ ഖംസത്തുൻ, അവിടെയുണ്ട് 5 എണ്ണം. ഹവാസുൽ ഖംസും ബാത്തിന, എന്താ 5 എണ്ണം ആയതിന്റെ വജഹം അപ്പുറം പറയുന്നത്. ഫൈനൽ ഇൻസാന ബഅദ റുയത്തി ശൈഇ, ഒരു സാധനം കണ്ടതിന്റെ ശേഷം യുഗമിലു അയിനൈഹി, 2 കണ്ണും ജീവൻ. എന്നെന്തുണ്ടാക്കും? ആ കണ്ട സാധനം അപ്പം കൺമുമ്പിലുണ്ടാവും. കുറേ സമയത്തേക്ക് നോക്കും, പിന്നെ നീങ്ങിപ്പോകും. ഫയുദ്രികു സൂറത്തഹു ഫീ നഫ്സിഹി, അവന്റെ നഫ്സിൽ എന്താക്കും? അതിന്റെ സൂറത്ത് കിട്ടും. വഹുവൽ ഖയാൽ, ഇതിന് ഖയാൽ എന്ന് പറഞ്ഞു ഒന്നയില്ലേ. സുമ്മ തബക്കാ തിൽക സൂറത്തു മഅഹു, ഇനി ആ ഖയാലിലുള്ള സൂറത്ത് ബാക്കിയാകും. ബിസബബി ശൈഇൻ യഹ്ഫളുഹു, അവർക്ക് ഒന്നുമൊത്ത് ഹാഫിള കൊണ്ടെന്താക്കാനും സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അവിടെ നിന്ന് കൂടി ചിത്രം കണ്ടു കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് എന്താക്കാൻ വരക്കാൻ കഴിയും. ബഹുവൽ ജുൻദുൽ ഹാഫിളു എന്ന് പേരെ. സുമ്മ യതഫക്കറു ഫീമാ ഹഫിളഹു, ഇനി ആ ഹാഫിളായ സാധനം തഫക്കുർ ചെയ്തിട്ട് വയുറക്കിബ ബഅല ദാലിക ഇലാ ബഅലിൻ, ബഅലുമായിട്ട് കൂട്ടിച്ചേർക്കുക. അതാ അപ്പൊ എത്രയായി? 3. അപ്പൊ മുഫക്കിറായി അല്ലെ, മുത്തഫക്കിറ. സുമ്മ യതദക്കറു മാ ഖദ് നസിയഹു, പിന്നെ മറന്നതിനെന്താക്കും? പുറത്തേക്ക് എടുക്കുന്നുണ്ടാവും. തദക്കുർ വയഊദു ഇലൈഹി, അപ്പൊ മടക്കി കിട്ടും. സുമ്മ യജ്മ, അപ്പൊ എത്രയായി? ഖുവത്ത് ദാക്കിറായി. 5 എണ്ണായ അതിലല്ല. പിന്നെ സുമ്മ യജ്മഉ ജുംലത മആനിൽ മഹ്സൂസാത്തി ഫീ ഖയാലിഹി ബിൽ ഹസ്സിൽ മുശ്തറകി ബൈനൽ മഹ്സൂസാത്ത്, പിന്നെ ഒരുമിച്ച് കൂട്ടൽ എങ്ങനെ? മഹ്സൂസാത്തിന്റെ ചില മഹാനി. മഹ്സൂസാത്ത് പറഞ്ഞാൽ ഇപ്പം പറയാ, പക്ഷിയുടെ ചിറകെടുക്കുക, കുതിരയുടെ കുളമ്പ് കൊടുക്കുക, അതാ ഈ സാങ്കല്പികമായ ബുറാക്കിനെ വരക്കുന്നില്ലേ? അങ്ങനത്തെ ബുറാക്കുണ്ടാ? ബുറാക്കിനെ കണ്ടാളാരുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലല്ലാണ്ട് ആരും കണ്ടിരുന്ന. അതിങ്ങനെ സൂറത്താക്കും. പക്ഷിന്റെ ചിറക് കൊടുക്കുക, ഇനി മനുഷ്യന്റെ മുഖവും കൊടുക്കും. ഇത് മഹ്സൂസാത്തിന്റെ ഓരോന്നെടുത്തിട്ട് ഒരു പുതിയ രൂപം. അതെല്ലാം ഇപ്പൊ പല ദൈവങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നില്ലേ? എന്താ ബിൽ ഹിസ്സിൽ മുഷ്തറക്ക് ബൈനുൽ മഹ്സൂസാത്ത്, മഹ്സൂസാത്തിന്റെ ഇടയിൽ ഹിസ്സിൽ മുഷ്തറക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും കൂടി ശേഖരിക്കുന്ന ഒരു കേന്ദ്രം ഇവർ പറയുന്നുണ്ടല്ലോ, മൈമദീനിലും പറഞ്ഞിട്ടുണ്ട്. ഫഫിൽ ബാത്തിന് ഇങ്ങനെ അങ്ങോട്ടടിയെന്ന്, ഫഫിൽ ബാത്തിന് ഹിസ്സും മുഷ്തറക്ക് തഖയ്യുല് തഫക്കുറ് തദക്കുറ് വലൗലാ ഖൽഖുല്ലാഹി സുബ്ഹാനഹു വ തആല ഖുവ്വത്തുൽ ഹിഫ്ളി വൽ ഫിക്രി, ഖുവ്വത്തുൽ ഹിഫ്ളും ഫിക്റും ഇല്ല, വദ്ദിക്ർ തഖയ്യുൽ ഇല്ലെങ്കിൽ ലകാന ദിമാഉ യഖലു അൻഹു, ദിമാഗ് ഖാലിയാവും. അമ്മ പിന്നെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, കണ്ടത് അങ്ങോട്ട് പോയിന്നല്ലാണ്ട് വേറൊന്നും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അവന് കഴിഞ്ഞ ചോറിനൊക്കെ കുട്ടയിൽ വെള്ളം കോരുന്ന സൈസം. അതേപോലെ കമാ തഹലുൽ യദു വരിജിലു അൻഹു, കയ്യിലും കാലിലും അങ്ങനത്തൊന്നും ഇല്ലല്ലോ.
ഫതിൽക്കൽ ഖുവ അയ്ളൻ ജുനൂദും ബാത്തിന. അപ്പൊ ഈ പറയപ്പെട്ട 5 എണ്ണവും ഖുവ്വത്തും ബാത്തിനയാണ്, ജുനൂദും ബാത്തിന. അമാക്കിനുഹ അയ്ളൻ ബാത്തിനത്തും, അതിന്റെ അംകിനത്തും തന്നെ തലച്ചോറിന്റെ ഉള്ളിലാന്നല്ലേ പറഞ്ഞു വെച്ചത്. അപ്പൊ ഫഹാദിഹി അക്സാമ ജുനൂദിൽ ഖൽബി, ഖൽബിന്റെ ജുനൂദിന്റെ അക്സാമ. ഇപ്പൊ മൊത്തത്തിൽ 50 എണ്ണി. വശറഹു ദാലിക, ഇത് വ്യാഖ്യാനിക്കൽ ബിഹൈസു യുദ്രിക്കുഹു ഫഹ്മുൽ ദുഅഫാ. അല്ല, ദുഅഫാക്കളെ ഫഹ്മ തിരിയാവുന്ന രീതിയിൽ ബിളർബിൽ അംസിലത്തി, മിസാൽ പറഞ്ഞിട്ട് ആക്കൽ യത്തൂലു, അതുപോലെ നീണ്ടുപോകും. വമഖ്സൂദു മിസ്ലി ഹാദൽ കിതാബ്, ഈ കിതാബ് പോലത്തുള്ള മഖ്സൂദ് അയ്യന്തഫ ബിഹിൽ അഖ്മിയ, അഖ്മിയന്റെ ഫലം കിട്ടണം. വൽ മിനൽ ഉലമാക്കൾക്കും കിട്ടണം. അപ്പം മൂപ്പർ വന്നിറങ്ങൂലാന്നേ. വലാകിന്ന നജ്തഹിദു ഫീ തഫ്ഹീമിൽ ദുഅഫാ. പക്ഷെ എങ്ങനെ ദുഅഫാക്കളെ നമ്മൾ തള്ളുന്നില്ല, അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ബിളർബിൽ അംസിലത്തി. ഉണ്ട്. അല്ല, മഖ്സൂദ് മറ്റോറാണെങ്കിലും പോയത്തക്കാരെ കണക്കിലെടുത്തത് ലിയഖ്റുബ ദാലിക മിൻ അഫ്ഹാമിഹി. എന്നിട്ട് ഒരേ മിസാൽ പറയുന്നതാണ് ബയാനു അംസിലത്തിൽ ഖൽബി മാ ജുനൂദിഹിൽ ബാത്തിന. ബാത്തിന ജുനൂദിനോടൊപ്പം കൽബിന്റെ മിസാൽ വരട്ടെ. അപ്പം ബാത്തിന എടുത്തത് ഏലം അന്ന ജുന്ദയിൽ ഗളബി വശഹവത്തി. ഗളബ് ഷഹബത്ത് എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞില്ലേ, എന്തിനാ ഗളബ്? പ്രതിരോധിക്കാൻ. പിന്നെ ഷഹബത്തോ വിളിക്കാൻ. അത് ഷഹബത്ത് എന്നുള്ളത് ഒറ്റയിനല്ല, അതിന്റെ മൊത്തത്തിലുണ്ടെന്നു ആവശ്യമുള്ളത് അത് എന്തോ ആവട്ടെ. അന്ന് മാത്രമല്ല, ഷഹബാത്തുൽ ഗളബും ഷഹബാത്ത് താമ് മാത്രമല്ല, ഷഹബാത്ത് താമ് ഉണ്ടാകാം, ഷറാബ് ഉണ്ടാകാം, ഷഹബാത്തുൽ നൗം ഉണ്ടാകാം, ഷഹബാത്തുൽ മാൽ ഉണ്ടാകാം. അല്ലെ നമുക്ക് കഴിഞ്ഞാൽ മിനൻ നിസായി വൽ ബനീന വൽ ഖനാതീർ മിനൽ ദഹബി വൽ ഫിദ്ദ ഖൈലുൽ മുസവ്വമത്തി അൻആം ഹർസ്, ഇതെല്ലാം ഷഹബാത്തിന്റെ മുത്തഅല്ലഖാത്തുകളാണല്ലോ. അത് അപ്പോ ഈ ഖലബും ഷഹബത്തും എന്നുള്ള 2 ജുന്തും ഒന്നെങ്കിൽ കൽബിന് ഇഷ്ടം പോലെ വഴിപ്പെടും, അല്ലെങ്കിൽ വഴിപ്പെടൂല. 2 ഹിത്തിമാലിൽ ആകുണ്ടാവുള്ളൂ. അതാ വഴിപ്പെടുന്നതാണ് കത് യങ്കാദാനി ദിൽ കൽബി. കൽബേതാന്ന് നമ്മളെ രാജാവ് ഈ കൽബല്ലേ, ലത്തീഫത്തുർ റബ്ബാനിയ എന്നാണ് രാജാവാക്കി സങ്കല്പിച്ചത്. ഇൻഖിയാദൻ താമൻ, സമ്പൂർണമായ കീഴ്പ്പെടൽ. അപ്പൊ ഫയുഈനുഹു ദാലിക, ആ വഴിപ്പെടൽ എന്താവുന്നറിയോ? അത് അവന് കൽബിനെ സഹായിക്കുമല്ല. തരീഖില്ലദി യസ്ലുഖുഹു, ഈ രാജാവ് ഉദ്ദേശിക്കുന്ന സലൂക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ നല്ല സഹായകമായി വേണ്ടുന്നതെല്ലാം വലിച്ചുകൊണ്ടേരും, വേണ്ടാത്തെല്ലാം തള്ളിക്കളിയും. തഹസനു മുറാഫഖത്തുഹുമാ ഫി സഫർ, അപ്പോൾ സഫറിൽ അവർ 2 കൂട്ടുകൂട്ടം നന്നായി, നല്ല ചങ്ങായിമാരെ. ഏത് സഫറിൽ? അല്ലദിഹു ബിസദദിഹി, ആ സഫറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി രണ്ടാമത്തെ എന്താണ്? വഖദ് യസ്തഹസിയാനി, നേരെ എതിരാവും. ഒന്നെങ്കിൽ വൈപ്പെടും അല്ലെങ്കിൽ വൈപ്പെടൂല, 2 ഉള്ളൂ. യസ്തഹസിയാനി എങ്ങനത്തെ തമർ, ചെറിയ തോതിലല്ല, ഭയങ്കരം കുരുത്തക്കേട്. രാജാവിന് ഭയങ്കര എതിര്. ഹത്ത യംലിക്ക്, എന്നിട്ടോ ഇത് 2 കൂടെ കൂടിയിട്ടെന്താകും? രാജാവിനെ കയ്യിലെടുക്കും, അതിന് അടിമയാക്കി. 2 കൊണ്ട് പിടിച്ചിട്ട് അടിമയാക്കി കളഞ്ഞ്. അപ്പൊ ഹലാക്കും വന്ന് സഫർ മുടങ്ങാൻ. സഫരിഹില്ലദീ ബിഹി വസൂലിലാ സഅദത്തിൽ അബദ്. ശരിയില്ലേ? ഇനി വലിൽ ഖൽബി ജുന്ദുൻ ആഖർ, അപ്പോ നന്നായിക്ക് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് സഹായം തേടേണ്ടയില്ല. നല്ല കൂട്ടുകാരായില്ലേ? കുരുത്തക്കെട്ട് കാട്ടുമ്പോൾ ഇതിനൊന്നും ഒതുക്കണ്ടേ, അല്ലെങ്കിൽ സംഗതി ശരിയാവില്ലല്ലോ. എന്നാ പറയുന്നത്? വലിൽ ഖൽബി ജുന്ദുൻ ആഖർ വഹുവൽ ഇൽമു വൽ ഹിക്മത്തു വത്തഫക്കുറു കമാ സയഅതി ശറഹുഹു. എൻ്റെ വ്യാഖ്യാനം വരും. വഹഖുഹു അൻ യസ്തഈന ബിഹാദൽ ജുന്ദി, ഈ ജുന്ദുൻ ആഖിർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനെ കൊണ്ട് സഹായം തരണോ. അതാ വല്ലാണ്ട് കളമിതാ കൊത്തക്കെട്ട് കാട്ടുന്നേന്നോട്ട് കേസ് കൊടുത്തിട്ട് പിടിച്ചോണ്ടിരാ. ഷഹബാത്ത് കൊത്തക്കെട്ട് കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? ഫഇന്നഹു ഹിസ്ബുല്ലാഹി തആല അലൽ ജുന്ദൈനിൽ ആഖിറൈനി, ആദ്യം പറഞ്ഞ ഖദബ് ഷഹബത്താകുന്ന 2 ജുന്ദിനെതിരെ അള്ളാഹിന്റെ ഹിസ്ബിൽപ്പെട്ടതാണ് ഇത് ഇൽമു ഹിക്മത്ത്.
فإنهما قد يلتحقان بحزب الشيطان. ഇത് ഷഹവാത്തും വലബും ഹിസ്ബു ശൈത്താന്റെ കൂട്ടത്തിൽ കൂടിക്കളിയും. പിന്നെ ഫൈൻ തറക്കൽ ഇസ്തിആനത്ത് അങ്ങോട്ട് ഒഴിവാക്കി നോക്കാം. വസല്ലത അലാ നഫ്സിഹി ജുന്ദൽ ഗളബി വശഹവത്ത് രണ്ടും അധികാരം ഏൽപ്പിച്ചു വിട്ടു കഴിഞ്ഞാല് ഹാലക്ക യഖീനൻ, ഇനി ഹലാക്കാകാൻ ഉറപ്പല്ലേ. ഖുസ്റാന മുബീന വദാലിക ഹാലു അക്സറിൽ ഖൽഖി. ഭൂരിപക്ഷം ആളുകളെ ഹാരി പറഞ്ഞതാണ്. ഏത് ഗളബിനും ശഹവത്തിനും അടിമയായിട്ട് രാജാവ് മാറിപ്പോയിരിക്കുന്നു. അത് രണ്ടും മാനവും തന്നെ. ഷഹവാത്തിന് വേണ്ടി ഒരു അക്കല് കീഴ്പ്പെട്ടു പോയിട്ടുണ്ട്. ഷഹവത്ത് കൂട്ടാനുള്ള ഹീലത്ത് എന്തെല്ലാം കണ്ടുപിടിക്കണം. അതിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ, തിന്നാനുള്ള എന്തെല്ലാം ജാതി തീറ്റയാണ്. പഴയ കാലത്ത് ഒരു ബൊറിഞ്ചോറും നെയ്ച്ചോറും അവരെ വയസ്സെല്ലാം കണ്ടു. ഇപ്പോൾ ഹോട്ടലധികം ബോർഡ് നോക്കുകയാണെങ്കിൽ 2 ദിവസം പിടിക്കും വായിച്ചു തീർക്കണമെങ്കിൽ. ഇങ്ങനെ കൂട്ടുന്നൊക്കെ അറിയും. എന്നിട്ട് പറയാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താക്കോ, പറയാൻ പഠിക്കാൻ ഞാൻ ഇടങ്ങാറന്ന് അങ്ങനെ ഒരു നെയ്വടൻ്റെ മുള സാമ്പാർ വെച്ചു തന്നു. എനിക്കുണ്ട ഭാഷ തിരിയുന്നത്. നെയ്വട എന്ന് പറഞ്ഞാൽ നല്ല മതി ഇറ്റുന്ന സാധനമാണ്. ഇപ്പം എന്താ പറഞ്ഞ തെറ്റിപ്പോ ഒരു സാമ്പാർ കൂടി വെച്ചു ഉണ്ടാകുന്നു. വേണം കൽപ്പിച്ചുണ്ട്. പറയാൻ പഠിച്ചില്ലെങ്കിൽ ഇടങ്ങാറന്നു. അല്ലെങ്കിൽ പിന്നെ മൊയ്ത് മോശ് റാത്തീവ് വിളിച്ച് അണക്കിയാവും. എന്താണ് റാത്തീവിലുണ്ട് എനിക്കറിഞ്ഞൂടെ എന്നതും. ആ തിരിയെല്ലാം കെടുത്തിയിട്ട് ആ ഉള്ളിയങ്ങൽക്കെല്ലാം തിന്നിട്ട് എണീച്ച് തിന്നിട്ടെല്ലാം ചെല്ലുന്നൊന്നില്ലേ. അപ്പൊ ഇവിടെ ഹോട്ടലിൽ പോയൊക്കെ എന്താ കൊണ്ട് അയ്യത്തി പോഞ്ഞിട്ട് ഇങ്ങനെ ബട്ടൻ തിരിയുന്നേ ആ നരകത്തിലെ കോയി എന്നെല്ലാം പറയുന്ന സാധനമില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരേണ്ടി വരും. താരീഫ്. അപ്പൊ ഹീരത്ത് കണ്ടുപിടിക്കണോ. വക്കാന യംബഈ അൻ തകൂന ശഹവത്തു മുസഖറത്തൻ ലിയഖൂലിഹിം. വേണ്ടതെന്തായിരുന്നു? അഖലിന് ശഹവത്ത് മുസഖറാവണമായിരുന്നു. അല്ലേ? എന്തിന് ഫീമാ യഫ്തഖിറുൽ അഖലു ഇലൈഹി. അഖൽ ആവശ്യമാകുന്ന കാര്യങ്ങളിൽ ശഹവത്ത് ഉണ്ടാക്കണം, ഇങ്ങോട്ട് ആകേണ്ടതായിരുന്നു. വനഹ്നു നുഖദ്ദിബു ദാലിക ഇലാ ഫഹ്മിക ബിസലാസത്തി അംസില. 3 മിസാൽ പറഞ്ഞിട്ട് എനിക്ക് എളുപ്പമാക്കി തരാമെന്നാണ് പറഞ്ഞത്. المثال الأول أن نقول مثل نفس الإنسان في بدنه. ഇൻസാന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ ഏത് നഫ്സാ ഉദ്ദേശിക്കുന്നത്? അല്ല, പണ്ട് നഫ്സ് അക്കൽ റൂഹി നീരുണ്ട്, മാനുണ്ട്. ഒരു മാന ഷഹവാത്തും ഗളബ് കൂട്ടണം, പ്ലസ് ഷഹവാത്ത് കൂട്ടണം. ഇത് ഗളബ് അതിന്റെ മജ്മൂഅനെ നഫ്സ് എന്ന് പറയും. അത് ഇത് കൂട്ടൂലെന്ന് പറഞ്ഞല്ലോ. അതാ മറുഭാഗത്തുള്ളത്. മറ്റൊന്നേത് അത്തീഫത്തുർ റബ്ബാനിയ. അല്ല, മറ്റേതാക്കി കഴിഞ്ഞാൽ നമ്മളെ ഈ നഫ്സിനെ എതിർക്കാനാണല്ലോ നഫ്സിനെ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ ഒരു നഫ്സിന്റെ മാന വേറെ, മറ്റേ നഫ്സിന്റെ മാന വേറെ. ലത്തീഫത്താകുന്ന നഫ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഷഹവത്തിന്റെയും ഗളബിന്റെയും മജ്മൂ ആയ നഫ്സിനെ എതിർക്കണം. അതാ അതിനാണ് എന്താക്കുന്നത്. ആനി ബിൻ നഫ്സി. നഫ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അൽ ലത്തീഫത്തുൽ മദ്കൂറത്ത. അങ്ങനെയുള്ള നഫ്സിന്റെ മസലിക്ക മസലി മാലിക്കും ഫി മദീനത്തി മംലക്കത്തി. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിന്റെ ഉദാഹരണം. അത് നേരത്തെ പറഞ്ഞ തന്നെ. ഫൈനൽ ബദന മംലക്കത്തുൻ നഫ്സി. നഫ്സിന്റെ രാജ്യമാണ് ഇത് ബദനി. വ ആലമുഹ. അതിന്റെ ആലമാണ്, മുസ്തഖറാണ്. മദീനത്തു അതിന്റെ പട്ടണമാണ്. വ ജവാരിഹുഹു വ ഖുവാഹു ബിമൻസിലത്തി സുന്നാഇ വൽ അമല. ജോലിക്കാരുടെ ഉദാഹരണമാണ് ഇത്. ജവാരിഹ്, കയ്യ്, കാല് മുതലായ അംഗങ്ങൾ. വൽ ഖുവ്വത്തുൽ അഖലിയത്തുൽ മുഫക്കിറത്തു ലഹു. അഖലിയായ ഖുവ്വത്ത് എന്താ സാധനം? കൽ മുഷീരിൻ നാസിഹി വൽ വസീരിൽ ആഖിൽ. നല്ല ആഖിലായ ഒരു മന്ത്രിയുണ്ട്, അതിന് വേണ്ടി ഇശാറത്തെല്ലാം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ശൈഖിന്റെ. വശഹവത്തു ലഹു കൽ അബദി. ഷഹവത്ത് ഗളബ് മറ്റേ കുട്ടിയില്ലേ, ഷഹവത്തും ഗളബല്ലുള്ളത്. കൽ അബദി യജ്ലിബു തആമ വൽ മീറത ഇലൽ മദീന. ഒരു കുരുത്തം കെട്ട അടിമയാണ്. തആമിനെയും ഭക്ഷണ വസ്തുക്കളൊക്കെ എന്താക്കും, നാട്ടിലേക്ക് എത്തിക്കും. വൽ ഗളബു വൽ ഹമിയത്തോ. അപ്പം നമ്മുടെ ശത്രുക്കൾ രണ്ടെണ്ണായി. കസാഹിബി സുഹൃത്തത്തി.
ഒരു പോലീസുകാരനെ വന്ധ്യാണ്. വൽ അബദുൽ ജാലിബുലിൽ മീറത്തി, ഭക്ഷണം വലിച്ചുകൊണ്ടിരുന്ന അബുദുണ്ടല്ലോ, നമ്മുടെ ഏതാ അബുദ്, ഇവിടെ ഷഹവത്ത്. കദ്ദാബും മക്കാറും, കളവും പറയും, പല ചതികളും കാട്ടും, ചതിക്കും. ഹദ്ദ ആണ്, ഹബീസാണ്. ഇതിനെപ്പറ്റി ഇന്ന് ചീത്തവാക്കൊന്നും ബാക്കിയില്ല. യതമസ്സല ബി സൂറത്തിൻ നാസിഹി, നല്ല നാസിഹിന്റെ കോലം കിട്ടും. പക്ഷേ വതഹത നുസ്ഹിഹി അശ്റഫുൽ ഹാഹിൽ വസ്സുമുൽ ഖാതിൽ, ഇതൊക്കെയാണ് ഉള്ളിലുള്ളത് ഒരു മുനാഫിക്ക്. വദൈദനുഹു വആദതുഹു, പതിവെന്താ മുനാസഅത്തുൽ വസീരിൻ നാസിഹി. ഇപ്പറ ഏതാണ്? ഖുവത്തുൽ വസീർ. അതിന്റെ തദ്ബീരല്ല, അതിനോട് എപ്പോഴും എതിർക്കൽ തന്നെ വേണം. ഹത്താ, എത്ര വരെ? ഇന്നഹു ലാ യഖ്ലു മിൻ മുനാസഅതിഹി വ മുആറദതിഹി സാഅ, അല്പസമയം പോലും റെസ്റ്റ് ഉണ്ടാവില്ല ഈ ഖുവത്തുൽ അഖലിനെ എതിർത്ത് പണി ഇതാക്കല്ലേ. അപ്പൊ എപ്പോ സമരഭൂമിയാന്ന് മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ. അവന്റെ ആദത്തും ദൈതനൊക്കെ എതിർക്കുന്നു, പതിവായി ചെയ്യുന്ന കാര്യമല്ല. ഇനി പറട്ടെ, ഓരോന്നിന്റെ സ്വഭാവങ്ങളൊക്കെ എണ്ണി വെച്ച്. ഫകമാ അന്നൽ വാലിയ ഫി മംലകതിഹി, രാജാവ് അതിന്റെ നാട്ടിലെ, ഇദാ കാന മുസ്തഗ്നിയൻ ഫി തദ്ബീറാതിഹി ബി വസീരിഹി വമുസ്തശീറൻ ലഹു വമുഅ്ലിൻ അൻ ഇശാറതി ഹാദൽ അബ്ദുൽ ഖബീസ്. അപ്പൊ രാജാവ് നന്നാകുന്ന അവസരം പറയുന്നുണ്ട്. അയാൾ എന്താക്കി, അവന്റെ തദ്ബീറാത്തില് വസീറിനെ കൊണ്ട് എപ്പോഴും ആവശ്യം വരും. അതുപോലെ മുഷീറൻ ലഹു, മുസ്തശീറൻ ലഹു, മുഷാവറ തേടും. അതുപോലെ ഈ അബ്ദുൽ ഖബീസ് പറയുന്നൊന്നും കേൾക്കൂല. അബ്ദുൽ ഖബീസ് ഏത്? ഷഹവത്ത്. മുസ്തദില്ലം ബി ഇശാറത്തിഹി, എന്നിട്ടോ ഈ വസീറിന്റെ ഇശാറത്തോട് തെളിവെടുക്കാൻ ഫി അന്ന സ്വഭാവ ഫി നഖീൽ റഅയി, ഖബീസായ അബ്ദിന് എതിരായിട്ടാലേ സ്വഭാവം കിട്ടുള്ളൂ. എന്നിട്ടോ വഅദ്ദമ സാഹിബ ശുർത്തത്തിഹി വാസലമഹു ലി വസീരിഹി, സാഹിബ് ഷുർത്തത്തുണ്ടല്ലോ, ആരാന്ന്? ഖലബ്. അതിനെ വിട്ടുകൊടുത്താത്ത അദബ് പഠിപ്പിച്ചു. എന്തിനോ? വസീറിനെ കൊടുത്തിട്ട്. വജഅലഹു മുഅ്തമിറൻ ലഹു, എന്നിട്ടോ വസീറിന്റെ മുഅ്തമിറാക്കണം. വസീർ എന്ത് പറയുന്നത് അതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. വമുസല്ലതൻ മിൻ ജഹത്തിൽ ഹാദൽ അബ്ദുൽ ഖബീസ്, അബ്ദുൽ ഖബീസ് ഏത്? ഷഹവാത്ത്. അപ്പൊ ചുരുക്കത്തിൽ ഖലബിനെ പൊടിച്ചിട്ട് ഷഹവാത്തിന്റെ മേലെ ഏൽപ്പിച്ചു. ഖലബിനെ പൊടിച്ചിട്ട് ഷഹവാത്തിനെ ഏൽപ്പിച്ചു. ഖലബിനെ ആർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്? വസീറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വാത്ബാഇ വൻസാരി ഹത്താ യകൂനൽ അബ്ദു മസൂസൻ ലാ സായിസൻ. ഈ അബ്ദുണ്ടല്ലോ, അബ്ദു സൂ, ഷഹവാത്ത്, അത് ഭരിക്കപ്പെടുന്നതാവണം, ഭരിക്കുന്നതാകാൻ പാടില്ല. പറഞ്ഞത് വമഅ്മൂറൻ മുദബ്ബറൻ, കൽപ്പിക്കപ്പെട്ട തദ്ബീർ ചെയ്യപ്പെടുന്നവനാകണം. ലാ അമീറൻ മുദബ്ബിറൻ, മുദബ്ബിറാകാൻ പാടില്ല. എന്നാൽ ഇസ്തഖാമ അംറു ബലദിഹി, നാട് നല്ല സമാധാനപൂർണമായ ചൊവ്വായ നാടായി. വന്തമൽ അദ്ലു ബിസബബിഹി, അത് കാരണത്താൽ എന്തായി? നാടെല്ലാം നല്ല അതിൽ നിന്നു. ഫകദാലിക നഫ്സു, ഇതുപോലെ തന്നെ നഫ്സ് മതസ്തആനത്ത് ബിൽ അഖലി, അഖലല്ല നമ്മളെ വസീർ, അഖല കൊണ്ട് സഹായത്തിനെ തേടി. വഅദ്ദബത്തിൽ ഹമിയത്തുൽ ഖലബിയ്യ, ഖലബിയായ ഹമിയത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു ഷഹവാത്തും ഖലബും അതിനെ. വസല്ലത്ത് അല ഷഹവത്തി, ഷഹവത്തിന്റെ മേൽ എന്താക്കണം? ഖലബിനെ ഏൽപ്പിക്കണം. ഷഹവാത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരേൽപ്പിക്കണം? ഖലബിനെ ഏൽപ്പിക്കണം. വസ്തആനത്ത് ബിഹിദാഹുമാലൽ ഉഖറ, എന്നിട്ടോ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഷഹവാത്തും ഖലബും, അതൊന്നിനെ കൊണ്ട് മറ്റേനെ കൊണ്ട് ഇസ്തിആനത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷഹവാത്ത് കൊണ്ട് ഖലബിനെ ഒതുക്കൽ എങ്ങനെയാ? ഇന്നാളെ ആരോ അബൂദാബിന്ന് ചോദിച്ചു, ഉസ്താദ് ഇപ്പറിന് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ 1 ലക്ഷം റുപ്യ കിട്ടുന്ന ശമ്പളത്തിന് നല്ല പണിയുണ്ടെന്നതാണ്. മറ്റുള്ള അഭികാമ്യമായ ഒരു പണി എത്ര 1 ലക്ഷം റുപ്യ ഉണ്ട്. എന്നിട്ട് അല്ലേ, ഇവിടെ ഞങ്ങൾക്ക് എന്തല്ലോ ഒക്കാത്തെല്ലാം കാണുന്നുണ്ടാവും, ഒക്കാത്തെല്ലാം കാണുന്നുണ്ടാവും. ഇതിനെന്താക്കണം? പ്രതിരോധിക്കണം അല്ലേ? ശമ്പളത്തിൻ്റെ വകുപ്പിലേക്ക് ഏതാ പോകുന്നത്? ഷഹവത്തല്ല പോകുന്നത്. അവിടെ ജോലി ഉറച്ചു കിടക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം നിങ്ങൾ എന്താക്കണം? കുറച്ച് നയപരമായിട്ടാക്കാൻ ഞാൻ ജോലി വിരിച്ചു വിടും. അപ്പം ഇവിടെ ഷഹവാത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള ഖലബിൻ്റെ ആ വല്ലാണ്ട് തുള്ളൻ ചാട്ടുണ്ടല്ലോ, അതിനൊതുക്കിയില്ലേ ശമ്പളം വിചാരിച്ചിട്ട്.
ഓടിയിട്ടില്ല. അത് തിരിച്ചും വെക്കാം. താരത്തമ്പിയാൻ തുകല്ലില മർത്തബത്തൽ ഖലബി, അതാ ഖലബിന്റെ മർത്തബനെ ചുരുക്കണം. വഖൽവാഹി അതിന്റെ പൊങ്ങച്ചം കാട്ടലും ബി മുഖാലഫത്തി ഷഹവത്തി, ഷഹവത്തിന് മുഖാലഫ ചെയ്തിട്ട് ഈ മസ്ജിദ് രാജ ആ ഷഹവാത്തിനെ പടിപടിയോ കുടിക്ക് വലിക്കലുകൊണ്ടും താരത്തമ്പി കം നിഷഹവത്തി ചിലപ്പം എന്താകുന്നറിയോ നേരത്തെ തക്കലീലാക്കലാണ്, പറ്റ തന്നെ കമ്മിയ തീരെ അനുവദിക്കൂല. കഹില ഈ തസ്ലീത്തിൽ ഖലബി, ഖലബ് അനമളി ചുമത്തലുകൊണ്ട് അലൈഹ വ തക്ബീഹി മുഖ്തലയാത്തിഹ, ആ ഖലബിൻ്റെ ഹമിയത്ത് അതിൻ്റെ മുക്തലുണ്ടല്ലോ അത് തേടിയ കാര്യം മോശമാണെന്ന് വരുത്തിയിട്ട് അതിൻ്റെ മേലെ അല്ല ഷഹവത്തിൻ്റെ ഖലബിനെ അടിച്ചേൽപ്പിക്കുക. എന്നാൽ ഏറ്റതലത്ത് ഖുവാഹ വ ഹസനത്ത് അഖ്ലാഖുഹ വമൻ അദല, അതാണ് അതിന് ദിയാല എന്ന് പറഞ്ഞ സാധനം. വമൻ അദല അൻ ഹാദിഹി തരീഖത്തിനെ തൊട്ട് തെറ്റി കളഞ്ഞാലോ കാന കമൻ ഖാലല്ലാഹു തആല ഫീഹി അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വഅളല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. ഒരാളെ കണ്ടില്ലേ, അവനെ തടിഹവരിയാണ് ഇലാഹാക്കി വെച്ചിരിക്കുന്നത്. തടിഹവാന അപ്പം തടിഹവരി ഇവിടെ ഇപ്പം തന്നെ ഉണ്ടാകും ഷഹവാത്ത് ഖലബു. എന്നിട്ടോ ഇൽമുള്ളതോടൊപ്പം തന്നെ അല്ലാഹു തആല അത് ദലാലത്തെ ആക്കിയ കൂട്ടത്തിൽ വഖാല തആല വത്തബഅ ഹവാഹു, ഹവാനെ പിൻപറ്റി. അവൻ മുജാഹദ് ഒഴിവാക്കി. فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث. ബൽആമിനെ പറ്റിയല്ല ആയത്ത് പറഞ്ഞത്. പിന്നെ وقال عز وجل فيهم نهى النفس عن الهوى. ഇത്ര നേരം തടിഹവാനെ പിൻപറ്റിയതിൻ്റെ കേടാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴോ തടിഹവാനെ തൊട്ട് നഫ്സിനെ നിരോധിച്ചാക്ക് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിൽ മവാ. അപ്പോൾ സഅദത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. ഇനി പറയട്ടെ തഗ്തി കൈഫിയത്തു മുജാഹദത്തി ഹാദിഹിൽ ജുനൂദ്. ഈ ജുനൂദുകളെ ഏതായാലും ജുനൂദുള്ളത് ഷഹവാത്തിനോടും ഖലബിനോടും ഉള്ളതായി പെണ്ണുന്നത്. ആജിനോടുള്ള മുജാഹദ അതിൻ്റെ കൈഫിയത്തും തസ്ലീത്തി ബാദിഹാലാബാദി, ചിലത് ചിലതിൻ്റെ മേൽ ഏൽപ്പിക്കുക. എങ്ങനെ ഷഹവാത്തിനെ നിയന്ത്രിക്കാൻ ഖലബിനെ, ഖലബിനെ നിയന്ത്രിക്കാൻ ഷഹവാത്ത് ഏൽപ്പിക്കുക. ഫീ കിതാബ് റിയാദത്തുൻ നഫ്സിൽ ഇൻഷാ അല്ലാഹു തആല വിശദമായിട്ട് പറയുമെന്ന് പറഞ്ഞു. അൽ മിസാലു സാനി, 3 മിസാലിൽ 1 കഴിഞ്ഞു. രണ്ടാമത്തത് അന്നൽ വേദന അടുക്കടുക്ക തന്നെ അന്നൽ ബദന കൽ മദീനത്തി, ഒരു പട്ടണം പോലെയാക്കുക ഇതിനെ ബദനിനെ. അഖിലോ ഇതക്കല് അതിൽ മുദ്രക്കമിൽ ഇൻസാൻ്റെ ഇദ്രാക്കിൻ്റെ സാധനമൊന്നുമില്ല, ഇൽമളൊക്കെ കൊടുത്താൽ പിടിച്ചെടുക്കുന്ന ആ സാധനം. കമലിക്ക് മുദബ്ബിരില്ലഹ, ഈ പട്ടണത്തിനെ ഭരിക്കുന്ന രാജാവിനെ പോലെയാക്കുക. വഖുവാഹുൽ മുദ്രിക്കത്തു മിനൽ ഹവാസിൽ ലാഹിറത്തി വൽ ബാത്തിനത്തി, ബാത്തിനായ ഹവാസ് ഉണ്ട്, ലാഹിറായ ഹവാസ് 5 10 എണ്ണിട്ടുണ്ട്. അതൊക്കെ ജുനൂദിഹി വഅവാനിഹി പോലെയാക്കുക. അഅ്ലാഉഹു കറഇയ്യത്തിഹി, അംഗങ്ങൾ കയ്യും കാലും കണ്ണും മൂക്കും ഇതല്ലയോ റഅയ്യത്ത്. വൻ നഫ്സുൽ അമ്മാറത്തു ബിസ്സൂഇ ലത്തി ഹിയ ശഹവത്തു വൽ ഗളബു, ഷഹവത്തും ഇപ്പടവക്ക് അല്ലാണ്ട് വെച്ചോ, അത് രണ്ടും കൂടെ നടക്കൂല. നാട്ടിൽ ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്ന അദൂബിനെ പോലെയാക്കുക. പ്രജകളൊക്കെ ഹലാക്കാക്കി കളയും. അപ്പൊ ബദൻ എന്താ, ശത്രുക്കൾ കടന്നു വരുന്ന റിബാത്ത് പോലെ, കടന്നു വരുന്ന വഴിയില്ലേ. ഏത് ഈ നഫ്സ്, ഏത് റൂഹ്, ആ ശത്രുക്കൾ വരുന്ന കാര്യം പ്രതിരോധിക്കാനും അവിടെ മുറാബിത്തായിട്ട് നിൽക്കുന്ന സാധനം പോലെ. അപ്പോൾ ഈ രാജാവ് കൊണ്ട് പുറമെ ശത്രുക്കളും ഉണ്ടെന്നായി. ഈ അദുബിനോട് മുജാഹദ ചെയ്യുകയും അതിനെ ഓടിപ്പിക്കുകയും അതിനെ കഹ്റ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹിന്റെ അടുക്കിലേക്ക് എത്തിയാൽ അതിൻ്റെ അസർ മഹമൂദായിട്ട് കാണാം. എങ്ങനെ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദീന ദറജ.
കാര്യങ്ങളാരാ മുജാഹദ ചെയ്യാതിരുന്നവർ, അവരെക്കാൾ ജിഹാദ് ചെയ്ത ആളുകൾക്ക് അള്ളാഹു തആല തഫ്ളീൽ കൊടുക്കുന്നത് കാണാം. ഇനി നേരെ തിരിച്ചു വെക്ക്. വൈൻഹു, ശത്രു കടന്നു വരുന്ന ഭാഗത്തിന് എന്താക്കി അശ്രദ്ധമാക്കി വിട്ടു. പ്രജകൾ എന്തോ ആയിക്കോട്ടെ വിട്ട് തുമ്മാസറുഹു, അതിൻ്റെ അസറ് പോകും. അള്ളാഹിന്റെ അടുക്കൽ ശിക്ഷാർഹനായി ഫയഖാലു യൗമൽ ഖിയാമത്തിൽ പറയും, യാ റാഇയ സൂ, ചീത്ത നേതാവേ, ആക്കൽത്തൽ ലഹമ, നീ നല്ല ഇറച്ചിൽ നിന്നിട്ട് കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. വശരീബത്തൽ ലബന വലം തോമില്ലാത്ത, അതാ വെടിതെറ്റിപ്പോയാൾക്ക് നീ അഭയം കൊടുത്തിട്ടില്ല. വലം തജ്ബിറുൽ കസീർ, കസീറിനെ നീ പരിഹരിച്ചിട്ടില്ല. അൽ യൗമ അൻതഖിമു മിൻക, എനിക്ക് നല്ല ശിക്ഷ കിട്ടും എന്ന് പറയുന്നു. കമാ വർദ ഫിൽ ഖബർ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ മാനാക്ക് വന്നതായിരിക്കും, പിന്നെ ഹദീസ് തന്നെ പറഞ്ഞാൽ മതില്ലേ. വൈലാ ഹാദിഹിൽ മുജാഹദത്തിൽ ഇഷാറത്ത്, ഇത്തരത്തിലുള്ള മുജാഹിദിലെ ഇഷാറത്ത് ബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ, അസ്ഗറ ജിഹാദിൽ നിന്ന് മടങ്ങി. അതാണ് ബദ്റും ഉഹദും ഖന്തക്കെല്ലാം. അത് മറ്റൊരു ശത്രുക്കൾ. ഇത് ഈ ബദരിൽ തന്നെ കയറാൻ കാത്തിക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, അതാണ് അക്ബർ. അൽ മിസാലു സാലിസു, മൂന്നാമത്തെ മിസാലോട് കൂടി അത് തീർന്നു. മസലുൽ അഖലി മസലു ഫാരിസിൻ മുതസയ്യിദിൻ, വേട്ടയാടുന്ന ഒരു കുതിരക്കാരനാക്ക അക്കലിനെ, ഈ അക്കലേത് രാജാവ്. വശഹവത്തിനാക്ക ഫറസി, അവനോടുന്ന കുതിര. വേട്ടയാടുന്നാക്ക ഒരു കുതിര വേണ്ടേ. ഗളബഹു എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ കൊണ്ടുപോകുന്ന ആലത്തുണ്ടല്ലോ, കൽബ്, അതിനാക്ക. ഫമത്താക്കാനൽ ഫാലിസു ഹാദിക്കൻ, ഈ കുതിരക്കാരൻ വളരെ നൈപുണ്യം നേടിയ ആളാണ്. ഫറസഹു മറൂലൻ, കുതിരയാണെങ്കിലോ അതിനെ രിയാദ പഠിപ്പിച്ച് കടിഞ്ഞാണ്ട് വൈപ്പെടുന്നതുമാണ്. കൽബുഹു മുഅദ്ദബൻ മുഅല്ലമൻ, നായയാണെങ്കിലോ മുഅദ്ദബും മുഅല്ലമുമാണ്. കാന ജദുര മിനന്ന, നല്ല വേട്ട പിടിക്കാം. അപ്പൊ ആദ്യം വിജയിച്ച ഭാഗം ആദ്യം പറഞ്ഞു തീർത്തു. ഇനി എന്തിന്റെ ഓപ്പോസിറ്റ്? ഹാദിക്കിന്റെ ഓപ്പോസിറ്റ്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. മറ്റൊന്നോ ഫറസാണെങ്കിലോ കടിഞ്ഞാണ് കൂട്ടാക്കാത്തതാണ്. കൽബാണെങ്കിലും ആക്കും കടിഞ്ഞാണ്ടെല്ലാം പിടിച്ച് അടിക്കുന്നതാണ്. അപ്പൊ മൂന്നിലും ഒരുത്തക്കിട വന്നു. ഇവനിക്ക് നിയന്ത്രിക്കാൻ അറിയില്ല. അപ്പൊ പല ഫറസുഹോ യംബൈസു തഹത്തഹു മുഖാദൻ, ഇവന്റെ കീഴിലായി കൊണ്ടിട്ട് വൈപ്പെട്ടുകൊണ്ട് കുതിര ഓടുന്നില്ല. വല കൽബു യസ്തർസലു ബി ഇശാറത്തിഹി മുതീഅൻ, ഇവന്റെ ഇശാറത്ത് അനുസരിച്ചുണ്ടാവില്ല, കൽബും ഭയപ്പെടുന്നില്ല. എന്നാ ഫഹുമ ഖലീഖും അയ്യഅതബ, കുറെ കഷ്ടപ്പാട് അനുഭവിക്കുന്നല്ലോ, വേട്ടവർഗം കിട്ടുമോ? ഇര കിട്ടണ്ടേ. പതിരൻ അഞ്ഞനാല മാത്രം തേടിയത് കിട്ടല് പോട്ടെ, അധ്വാനായി. എന്താ ഇനി പറയാൻ പോകുന്നത്? എന്തല്ല ഇപ്പൊ ആയി പോകുന്നത്? പല അവൻ അഖ്റക്കായി എന്നല്ലേ പറഞ്ഞത്. ഫൈന്നമാ ഖറഖുൽ ഫാരിസി, ഈ കുതിരക്കാരന്റെ പറക്കെ മിസുൽ ജഹലുൽ ഇൻസാൻ, ഇൻസാനാകുന്ന രാജാവിന് ജഹലുണ്ട്. വക്കല്ലത്ത് ഹിക്മത്തിഹി വക്കലാലി ബസീറത്തിഹി, ബസീറത്ത് കെട്ടുപോയിട്ടുണ്ട്. ഇനി കുതിരന്റെ മൂട്ടുകാട്ടല വജമാഹുൽ ഫറസി മിസ്ലു ഗലബത്തി ഷഹവത്തി, ഖുസൂസൻ ഷഹവത്തിൽ ബത്നി വൽ ഫർജി. അതാണല്ലോ മനുഷ്യനെ കുറ്റപ്പെടുത്തി രണ്ട് കാര്യം. വാക്കറുൽ കൽബേദ മിസാലു ഗലബത്തി ഗലബി വസ്തീലാഹി. നസ്അലുല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നൽ തൗഫീഖ് ബിലുത്ഫിഹി. ആമീൻ.